മനസ്സിലാവുണ്ടോ? നമ്മൾ സാധാരണ എങ്ങനെയാണ് പ്രതീക്ഷിക്കുക, അങ്ങനെയാണ് ഒരാളെ ഇവാലുവേറ്റ് ചെയ്യാത്തുള്ളത്. ഇവിടെ അതുപോലെ നിങ്ങൾക്കൊക്കെ എൻ്റെ നമ്പർ തന്നു, നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞു ഇന്നലത്തെ ക്ലാസ് ഒരു നോട്ട് ഉണ്ടാക്കിയിട്ട് അയക്കണം, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ ഒന്നും നിങ്ങളുടെ ചെവിയിൽ പോയിട്ടില്ല. എൻ്റെ അർത്ഥം യു ഡോണ്ട് നോ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് എന്നാണ്. അസൈൻമെന്റ് തന്നാൽ അത് പോയി ചോദിച്ചാൽ കൊടുക്കും എന്നുള്ള തരത്തിലൊക്കെയാണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ലോകത്ത് എന്താ വെച്ചാൽ മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. മനുഷ്യൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരുണ്ട്, പാരൻസ് ഉണ്ട്, കുട്ടികളുണ്ട്, ഇതേ ഗ്രൂപ്പിൽ. എല്ലാവരെയും കുറ്റം പറയല്ല, നമ്മൾ ജനറിക് ആയിട്ട് പറയുമ്പോൾ ചിലർക്കത് ബാധകമാണ്. ആരാണുള്ളത്? എനിക്ക് കമ്മ്യൂണിക്കേഷൻ അയച്ച ഇവിടെയുള്ള ആരെങ്കിലും ഉണ്ടോ? പിന്നെ ഒരാളല്ല, കുറേ പേരുണ്ട്. Who else? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പവർ പോയിന്റ് ഉണ്ടാക്കിയത്. യു മേഡ് ദ പവർ പോയിന്റ്. ബ്യൂട്ടിഫുൾ ആയിട്ട് പവർ പോയിന്റ് ഉണ്ടാക്കി ഇതൊക്കെയാണ് പഠിച്ചതെന്ന് എഴുതി. ആൻഡ് യു സെൻഡ് എ മെസ്സേജ് ഓൺ പേപ്പർ, ഹാൻഡ് റിട്ടൺ, സോ ബ്യൂട്ടിഫുൾ. അതാണ് one is with the beautiful handwriting, red ink, black ink, black box. Then who else? Somebody has sent a black ink, beautiful handwriting. It's she, girl. Handwriting. Right? Come on. കുറേ പേരുണ്ട്, കുറേ പാരൻസ് വെറുതെ കാഷ്വലി റിപ്പോർട്ട് അല്ലാണ്ട് കണ്ടന്റ് ഇല്ലാണ്ട് ക്ലാസ് വാസ് ഗുഡ് എന്നൊക്കെ അയച്ച കുറേ പേരുണ്ട്. അതൊന്നും എനിക്ക് ബാധകമല്ല. എൻ്റെ ക്ലാസ് അല്ലാന്ന് എനിക്കറിയാം. ഇപ്പൊ നിങ്ങൾ പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ പിന്നെ ഈ 1 മില്യൺ കുട്ടികളെ പഠിപ്പിക്കണം. ഞാൻ നല്ലതാണോ മോശമാണോ എന്ന് ഇപ്പോൾ ഇവിടുത്തെ 2 ടീച്ചർമാരോ കുട്ടികളോ പൈസകളോ പറയുന്നത് എനിക്കൊരു വിലയൊന്നും. കാരണം കേരളത്തിലെ ഏറ്റവും നല്ല പ്രഭാഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ്. ഓക്കെ, അത് ഇവിടെ ആ പ്രഭാഷണം വരില്ല. നല്ല ആംബിയൻസ് വേണം. ഞാൻ ഇപ്പൊ കുറെ ആക്ടിവിറ്റി നടത്തണം. ഇങ്ങനെ ചേർട്ടാണെന്ന് ആക്ടിവിറ്റി നടക്കില്ല. ഗുഡ്. അപ്പൊ ഓരോ സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ മോഡറേറ്റ് ചെയ്യും. ഏറ്റവും നല്ല കവി കേരളത്തിന്റെ 21ാം നൂറ്റാണ്ടിലെ അക്കിത്തമാണ് എന്നെ ഏറ്റവും നല്ല പ്രഭാഷകനായിട്ട് സെലക്ട് ചെയ്തത്. തൃശ്ശൂർക്കാരൻ തന്നെയാണ് അക്കിത്തം, അല്ലേ? അക്കിത്തം ഇവിടുത്തെ ആളാണ്. അവാർഡ് തന്നത് ഭരത് ഗോപിയാണ്. അപ്പൊ ഞാൻ എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും എന്താണ് യു വിൽ ആക്സെപ്റ്റ് മീ ഓർ നോട്ട്. അത് സാധാരണ കേരളത്തിൽ കുറവാണ്. പക്ഷെ ഐ എം സോ ഹാപ്പി. എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഉണ്ട്. വാട്ട് ഇസ് ദിസ്? ഗുഡ്. ഇന്നത്തെ ക്ലാസ് എന്തായിരുന്നു? കണ്ടന്റ് എന്താണ്? നമുക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് കിട്ടി. പിന്നെ പഠിക്കാൻ നമ്മൾ എങ്ങനെ പഠിക്കാൻ കോൺഫിഡൻസ് ബൂസ്റ്റ്. അതിന്റെ അർത്ഥം എന്താ? ഞാൻ ക്ലാസ് നടത്തുമ്പോൾ സാധാരണ കുറേ പേര് സ്റ്റേജിൽ വിളിക്കും. അപ്പൊ നിങ്ങൾക്ക് ആലപ്പുഴയിലൊക്കെ പോയി നോക്കിയാൽ ഫസ്റ്റ് ഇയർ BA, നിങ്ങൾ 2 കൊല്ലം കഴിഞ്ഞ ഗ്രാജുവേഷൻ സ്റ്റേജിലേക്ക് വരാൻ പറഞ്ഞപ്പോ എല്ലാവരും ഓഡിയൻസിൽ ആരും. അപ്പൊ അവിടുത്തെ സിസ്റ്ററിന് പറഞ്ഞു, നമുക്ക് ഒരിക്കലും വിളിച്ച പിള്ളേർ വരാറില്ല. They will select somebody. 1-2 പേരെ സെലക്ട് ചെയ്തിട്ട് അവർ അങ്ങനെ സംഭവിക്കാറ്. Want to pull people. പിന്നെ എങ്ങനെ പഠിക്കണം പഠിച്ചു. എങ്ങനെ പഠിക്കണം? ഞാൻ ഇപ്പൊ മാത്സോ ഫിസിക്സോ കെമിസ്ട്രി പഠിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല. മാത്സിൽ ഒരു എക്സാമ്പിൾ എടുത്തു, കെമിസ്ട്രിയിൽ ഒരു എക്സാമ്പിൾ എടുത്തു, ഇന്നലെ ചെയ്തത്. ബയോളജിയിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഫിസിക്സും പറഞ്ഞു. നിങ്ങളിപ്പോ ചോദ്യം വരണം, എന്തെങ്കിലും ഒരു സ്പെസിഫിക് കാര്യം എടുത്തിട്ട് എങ്ങനെയാ ചെയ്യും. നിങ്ങൾ ഗോവ, ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ക്ലാസ് എടുത്തത് ഗോവയാണ്. ആരെങ്കിലും പോയി കണ്ടു? നിങ്ങളുടെ ഒറ്റ ആളും എന്റെ വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്തു കണ്ടു ആരെങ്കിലും? താല്പര്യമില്ല.
അവിടെ ഞാൻ ട്രിഗണോമെട്രി നിങ്ങൾ പഠിക്കുന്ന ട്രിഗണോമെട്രി ട്രിഗണോമെട്രി ഞാൻ പഠിപ്പിക്കുന്നതാണ്. എല്ലാവരെയും വരാന്തെ കൊണ്ടുപോയിട്ട് എക്സ്പെരിമെന്റൽ ആയിട്ടാണ് ട്രിഗണോമെട്രി. അതെന്തേ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ ഒരു സംശയം ചോദിച്ചാൽ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾ പുറത്തേക്ക് വരും. എഞ്ചിനീയറിങ്ങിൻ്റെ ഡിവിഷൻസ് പഠിച്ചു. പിന്നെ ട്രൈ എന്ന് പറയുന്ന വേർഡിന് പകരം ഡു യൂസ് ചെയ്യാൻ പഠിപ്പിച്ചു. പിന്നെ കുറേ നോളേജ് പെൻ ഡ്രൈവിൻ്റെ റിയൽ യൂസ്, ബ്ലഡ് രാവിലെ പതുക്കെ ഇരിക്കാന്നുള്ളതും ബ്ലഡ് നോൺ ന്യൂട്രോണിക്കാണെന്നും പഠിച്ചു. എന്താ പേര്? ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. എവിടെ പോകും? മൈസൂരിലോ? എവിടെ? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് എൻ്റെ മരുമകനുണ്ട്, അവിടെ പ്രൊഫസറാണ്. മരുമകൻ എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ മകനുമാണ്, അച്ഛൻ്റെ ബന്ധുവാണ്. എൻ്റെ അമ്മ MM ആണ്, അച്ഛൻ MM ആണ്, അമ്മ TP ആണ്. അവൻ്റെ അമ്മ TP യും അച്ഛൻ MM ആണ്. നേരെ റിവേഴ്സ്, രണ്ട് ബന്ധുക്കളാണ്. നമ്മുടെയൊക്കെ ഫോണിന്റെ തിക്നെസ് എന്തുകൊണ്ട് എത്ര? Can we make it like a paper? രണ്ട് പോസിബിലിറ്റിയാണ് നഷ്ടപ്പെടുക. ഒന്ന്, ക്യാമറ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് നേരെ പതിയുന്നപ്പോൾ ആ ഫോക്കൽ ലെങ്ത്തിൽ വേണമെങ്കിൽ ആ തിക്നെസ് വേണം. ഫൈൻ. എന്തുകൊണ്ടാണ് തിന്നായിട്ട് വരാത്തത്? ഒന്ന്, ക്യാമറ ഉപയോഗിക്കുന്നത്. ഞാൻ ക്യാമറ വേണ്ടാന്ന് തീരുമാനിച്ചു, അല്ലെങ്കിൽ നാളെ പ്രൊജക്ഷൻ വരും ചിലപ്പോൾ. അത്തരം പോസിബിലിറ്റി റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഉപയോഗിക്കാം. നമ്മുടെ സാറ്റലൈറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ക്യാമറയുടെ ഫോക്കൽ ലെങ്ത് 3 മീറ്ററാണ്. ഇതിന് പകരം 3 മീറ്ററാണ്. ലെൻസ് എവിടെയായിരിക്കും? ഫ്രെയിം എവിടെയാണ്. അതിൽ ചെറുതാക്കണമെങ്കിൽ നമ്മൾ റിഫ്ലക്ഷൻസ് ഉപയോഗിക്കും. അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കാം. പക്ഷെ അതിനേക്കാളും ബുദ്ധിമുട്ട് ബാറ്ററി ചെറുതാണ്. തിക്നെസ് ഓഫ് എ ഫോൺ ബാറ്ററിയുടെ തിക്നെസ് അനുസരിച്ച്. ഷിജിത്തിന്റെ മരുമകൻ, അവന്റെ റിസർച്ച് എന്ന് പറയുന്നത് പേപ്പർ ബാറ്ററി. ദാറ്റ് മീൻസ് യു ക്യാൻ ഫോൾഡ് ഇറ്റ്. ഒരു പേപ്പറിന്റെ തിക്നെസ്, നമ്മൾ വിസിറ്റിംഗ് കാർഡ് പോലെ അത് ഉണ്ടാവുകയാണെങ്കിൽ, അത് എക്സ്പെരിമെന്റ് ചെയ്തു. പക്ഷെ പ്രൊഡക്ഷനിൽ വരികയാണെങ്കിൽ നമ്മുടെ ഫോണൊക്കെ വിസിറ്റിംഗ് കാർഡ് വരും, പേഴ്സണുള്ളിലേക്ക് വെക്കാൻ എങ്ങനെ ഫോൾഡ് ചെയ്തിട്ടൊക്കെ വെക്കാൻ പറ്റും. ഒരു ഫോണൊക്കെ റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് ചെറുതാക്കിയിട്ട് ചുരുട്ടുകൊണ്ട്, റൈറ്റ്? അപ്പൊ അതാണ് ഗവേഷണം. അങ്ങനെ കുറേ വ്യത്യസ്തമായ ഏരിയയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കാരണം അവിടെ പ്രൊഫസർമാർ അങ്ങനെയുള്ളവരാണ്. സാധാരണ കോളേജിൽ അത്തരം പ്രൊഫസർ കിട്ടില്ല. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ്. I liked how intense the class was. We also learned about the importance of task management over time management. When we try to manage time, we will set goals like we will only spend 1 hour for watching TV. But other than that, if we just spend our first hours of the day spending time on what is most important, we are able to solve most of our problems without having the constraint of time. We also learn the importance of how the thirst for knowledge makes us human. Then we also learn on how it is the thirst for knowledge itself that differentiates humans from animals, and it is how humans develop into a seeker. We also learn about the influence of science in every day. We also learn the importance of science, and I also was inspired to have a goal. Before, I was usually a lot more relaxed and I didn't have a specific goal. I just wanted to complete my grades. But now I do feel I should have a goal that I should
spend my life fine. Good. What time you got my reply? At 2 a.m. 2 a.m. You can imagine what time how much time I invest, right? ഞാൻ ഇവിടെ നിന്ന് എടുത്ത വീഡിയോ ഫുൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് തരും. സോ റെക്കോർഡ് ചെയ്ത് മാത്രമല്ല, അത് എഡിറ്റ് ചെയ്യുന്ന പണി എനിക്കല്ല. എന്തെങ്കിലും ആരെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരരുത്. ക്ലാസ് തലം വരെ പോയി അത് കട്ട് ചെയ്യണം. മനസ്സിലാവുണ്ടോ? സോ ഞാൻ എടുക്കുന്ന ക്ലാസ് ഏറ്റവും കൂടുതൽ പിന്നെയും കാണുന്നത് ഞാൻ തന്നെയാണ്. കാരണം എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ത്രൂ ഔട്ട് ഞാനിവിടെ 5 മണിക്കൂർ ചെലവഴിച്ചാൽ ഓരോന്നും കേട്ടിട്ട് ഇടയിലിടയിൽ പോകുന്ന സമയത്ത് എത്ര സമയം ചെലവഴിക്കണം? മനസ്സിലാവുണ്ടോ? അത് എഡിറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ഇത് കുറെ കൊല്ലായി തുടങ്ങിയിട്ട്, ഇപ്പോഴല്ല, 10-25 കൊല്ലായി. സോ ഓരോരാളും, അതുകൊണ്ടാണ് നിങ്ങൾ എഴുതിയ കളർ എന്താണ്, ആ സ്ലൈഡ് എന്താണ്, ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റും. ബിക്കോസ് ഐ ഗോ ത്രൂ ദാറ്റ്. കറക്റ്റ്? What you will become? Currently, my goal is that when I'm older, I would like to have influence on people. I would like to change people's lives. That's my full goal, to be honest. Where are you? I'm from Kavalikonda. Where is your goal? It's in Thrissur, which side? Generally, why am I asking is, നമ്മൾ ഗൂഗിൾ മാപ്പിൽ പോകുമ്പം അവരെന്താ പറയാ, ടേൺ നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് എന്നൊക്കെയാ പറയുന്നത് അല്ലേ? ആ ഡയറക്ഷൻ പ്രോസസ് ചെയ്യണം. Where is Delhi? എന്താ പറയാ? in Uttar Pradesh. Delhi is not in Uttar Pradesh. Uttar Pradesh is different, Delhi is different. See, it's north of India. അതിനാണ് മാപ്പൊക്കെ ഉള്ളത്. ലാറ്റിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് 53 ആണ് മാപ്പിനാണ്. ഓക്കെ, ഇപ്പൊ എവിടെയാ പാകിസ്ഥാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു മസ്റ്റ് ബി ഏബിൾ ടു സേ ഇറ്റ്സ് ഇൻ ദ ഈസ്റ്റ് ഓർ വെസ്റ്റ്. ഇറ്റ്സ് ഇൻ വെസ്റ്റ്. ഈസ്റ്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, വെസ്റ്റ് ബംഗാൾ എവിടെയാ? ഈസ്റ്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ യു ഷുഡ് ഹാവ്. ഏറ്റവും നല്ല ടൈം പാസ് ലോകത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ ലുക്ക് അറ്റ് ഗൂഗിൾ മാപ്പ്, സൂം ഇറ്റ്, ഫൈൻഡ് ഇറ്റ്. നമ്മൾ ന്യൂസ് കേൾക്കുന്ന സമയത്ത് യു വിൽ ഹിയർ ഏതെങ്കിലും ഒരു ഗൾഫ്, പേർഷ്യൻ ഗൾഫ് ഇത് കേട്ട ഉടനെ ഗോ ആൻഡ് ഐഡന്റിഫൈ വെർ ഈസ് പേർഷ്യൻ ഗൾഫ്. ദാറ്റ് മീൻസ് യു നോ ദ വേൾഡ്. Expand your horizon of knowledge. That is how you should learn. Good. Yesterday's session was very informative. പക്ഷെ നിങ്ങൾ എഴുതിയതിൽ മാറ്റർ ഓഫ് ഫാക്ടർ, there are two things. മാറ്റർ ഓഫ് ഫാക്ടർ, ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ സാമ്പാർ ഉണ്ടായിരുന്നു, ഉപ്പേരി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു, നെയ്യ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മാറ്റർ ഓഫ് ഫാക്ടർ പറഞ്ഞ മനസ്സിലായോ? അത് ഉള്ളത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഈ പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് ഇൻട്രസ്റ്റിംഗ് ആണ്, ഇൻഫോർമേറ്റീവ് ആണ്, അതിനെ പറയാം അഡ്ജക്റ്റീവ്സ്. നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ പഠിക്കാറുണ്ട്, അഡ്ജക്റ്റീവ്സ് പഠിക്കും. ഞാനൊക്കെ എൻ്റെ ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ ഭക്ഷണം നന്നായിരുന്നു എന്ന് എത്ര വാക്കുകൾ ഉപയോഗിച്ച് പറയാറുണ്ട്. അങ്ങനെ പഠിപ്പിക്കും. So you must know how to say different words. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നോക്കുക, ഇയാൾ അഡ്ജക്റ്റീവ് എഴുതിയിട്ടുണ്ടോ, ഇയാളുടെ ഇംഗ്ലീഷ് നല്ലതാണ്, ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണ്. ഓക്കെ, ബട്ട് ഐ വാണ്ട് യു ടു ഗോ ഫ്രം ദാറ്റ് ലെവൽ ടു ഹയർ. പാരഗ്രാഫ് തിരിക്കണം. അതുപോലെ ഇപ്പൊ ചില കുട്ടികളുണ്ട് ബയോളജി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കോളേജിൽ കയറിയിട്ടായിരിക്കും പറഞ്ഞു, SN കോളേജിൽ കണ്ടു. ഞാൻ പോയ ദിവസം TC അപ്ലൈ ചെയ്തിരിക്കാം. കാരണം പഠിക്കുന്നത് സുവോളജിയാണ്. സുവോളജിയിൽ കുറേ വരയ്ക്കണം, കുറേ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതണം. റെക്കോർഡിനൊന്നും ഭംഗിയില്ലെങ്കിൽ മാർക്ക് കൊടുക്കില്ല. പക്ഷേ ഈ റിസൈൻ ഹർ ഫാദർ വാസ് നോട്ട്. ഗൾഫിൽ പോയപ്പോൾ പരിചയപ്പെട്ട അവിടുത്തെ ഒരു ടൈലർ. ആ പോയി സംസാരിച്ചപ്പോഴാണ്, നാട്ടിലൊക്കെ ആകുമ്പോൾ മിക്കവാറും എല്ലാവരെയും അറിയാം. എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. എന്നിട്ട് പറഞ്ഞത് എൻ്റെ ലാസ്റ്റ് ഡേ ആണ് ടാറ്റ പൈപ്പൈൻ കോളേജിൽ. പിന്നെ എൻ്റെ ക്ലാസ്സാണ് ലാസ്റ്റ് അറ്റൻഡ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ഞാൻ പഠിച്ചു.
എന്തേ പോണോ ചോദിച്ചോ, കാരണം ഹാൻഡ് റൈറ്റിംഗ് മോശം. ഞാൻ കം അറ്റൻഡ് മൈ 10 days camp, you will change your hand writing. അപ്പോൾ ഇവിടെ കൊടുത്ത TC അപ്ലിക്കേഷനോ അതൊന്നും കുഴപ്പമില്ല, നമ്മളിപ്പോൾ ഏത് കോളേജിൽ നമ്മൾ പറഞ്ഞാൽ പ്രിൻസിപ്പളാണ്, റൈറ്റ്? ഐ ടേക്ക് ഇറ്റ് ബാക്ക്. വന്നു, അറ്റൻഡ് ചെയ്തു, സന. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ട് അതേ കോളേജിൽ ഞാൻ പോയപ്പോൾ നോട്ടീസ് ബോർഡിലൊക്കെ എഴുതിയിരിക്കുന്ന ഹാൻഡ് റൈറ്റിംഗ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡ് റൈറ്റ്. അപ്പൊ ഞാൻ പ്രിൻസിപ്പളോട് ചോദിച്ചത്, എന്റെ സ്റ്റുഡന്റ് സനയാണ് ഇപ്പോൾ അവിടുത്തെ എല്ലാ ബോർഡും എഴുതുന്നത്. അങ്ങനെ ചേഞ്ച് ചെയ്തു. അതിന് ഞാൻ കൊടുത്തത് എന്റെ ബ്രദറിന്റെ സുവോളജി നോട്ട്ബുക്കാണ്. മൈ ബ്രദർ വാസ് എ സുവോളജി പ്രൊഫസർ. അദ്ദേഹം പഠിപ്പിക്കാൻ ഉപയോഗിച്ച നോട്ട്ബുക്ക് ഓൾമോസ്റ്റ് 50 years ബാക്ക്, 40 years ബാക്ക്, 1964 മുതൽ പ്രൊഫസറാണ് കോളേജിൽ പഠിപ്പിക്കുന്നത്. ആ ബുക്ക് ഞാനിപ്പോൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ അഭിപ്രായം, ഹാൻഡ് റൈറ്റിംഗ് മോശമായ കുട്ടികൾ അത് നോക്കിയിട്ട് പറയും ഇതേപോലെ ഒന്ന് എഴുതാൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും 10 ദിവസം. ആ 10 ദിവസം അതാ ചെയ്തു. അപ്പൊ നല്ല പോലെ നമുക്ക് എന്താണോ കുറവ് അത് മനസ്സിലാക്കിയിട്ട് അതിൽ ഫോക്കസ് ചെയ്താൽ യു ക്യാൻ ഓവർകം. അതിന് വലിയ ട്രെയിനറിന്റെ ആവശ്യമൊന്നുമില്ല. യു ഹാവ് ടു ട്രെയിൻ യുവേഴ്സ്. അത്ര എളുപ്പം. ഹാൻഡ് റൈറ്റിംഗ് ഈസ് ഗുഡ്. പാരഗ്രാഫ് തിരിക്കണം, കുറച്ചും കൂടി അഡ്ജക്റ്റീവ് ചെയ്യണം. പിന്നെ എന്തൊക്കെ എഴുതിയതാണ് നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്, കുറെ കാര്യം എഴുതി. I also understood that science is not just a subject. Science is practical. I understood I realized that വെരി കം. അതിനാണ് പൊടി. ഈ പൊടി എന്ന് പറയുന്ന സാധനത്തിനാണ് പറയുമ്പോൾ പിടിക്കാൻ പറ്റുന്നത്. ഇതിങ്ങനെ പറയില്ലല്ലോ. സ്റ്റാൻഡ് ചെയ്യാം, യു ഗെറ്റ് മോർ കോൺഫിഡൻസ്. പ്രാക്ടീസ് ചെയ്യും. ദാറ്റ് ഈസ് ഹൗ യു ഷുഡ് പ്രാക്ടീസ്. പബ്ലിക് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതാണ്. ഹോൾഡ് ഹിയർ, യു വിൽ ഗെറ്റ് മോർ കറേജ്. Got it? Hold your hands. Your body posture gives you more courage. So hold. Yeah. Speak. Go closer to us. Yeah. ഒരു പോയിന്റ് സയൻസ് എന്തിനാന്ന് മനസ്സിലായി. സെക്കൻഡ് പോയിന്റ്, I understood the real life applications of science. yeah. I also got an opportunity to learn interesting facts. പിന്നെ I also learned ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ് ഇന്നലെ പഠിച്ചാൽ ഓർക്കാവുന്നു. smartness is not the one who has knowledge of everything. It's the confidence one has in oneself. പ്രസൻസ് ഓഫ് മൈൻഡ്. ആ സമയത്ത് അത് തോന്നണം, അതാണ് സ്മാർട്ട്. കുറേ നോളജ് ഉണ്ട്, പക്ഷെ ആവശ്യത്തിന് വരില്ലെങ്കിൽ എന്താ കാര്യം? Got it? ഇമ്മീഡിയറ്റ് റെസ്പോൺസ്. ആ വാക്കന്നെ റെസ്പോൺസ് എന്നാണ്, റെസ്പോണ്ടിങ് എന്നാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ചെയ്താല് അത് റിയാക്ഷൻ ആണ്. കേരളത്തിലുള്ള മിക്കവാറും റിയാക്ട് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ റെസ്പോൺസ് ഇല്ല. റെസ്പോൺസ് ഉണ്ടാവുമ്പോഴാണ് റെസ്പോൺസിബിൾ ആവുന്നത്. യു ഹാവ് ടു ബി റെസ്പോൺസിബിൾ. വെള്ളം കുടിച്ചോ രാവിലെ എഴുന്നേക്കാൻ വേണ്ടിട്ടായിരുന്നു? ഇന്നലെ വെള്ളം കുടിച്ച രാവിലെ എഴുന്നേക്കാന്ന് പറഞ്ഞു. പ്രാക്ടീസ് ചെയ്ത് പറയും. ശരി, ഇത് കേട്ടിട്ട് കാര്യമില്ല. യു ഹാവ് ടു പ്രാക്ടീസ്. Anything? So what do you want to be? I haven't decided. +1 +2 ഏത് വിഷയമൊക്കെ പഠിക്കും? പിന്നെ ഒരു വിഷയം മാത്രം പഠിക്കും. Which are the options you have? Physics, maths, chemistry. അതെന്തായാലും ലാംഗ്വേജ് ഇസ് എനിവേ ദാറ്റ്. ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി, നോ ബയോളജി. ഓക്കേ, ഗോഡ് ബ്ലെസ്. ഇൻഷാല്ലാ എവിടെയെങ്കിലും കാണാം. ഇന്നലെ ഇന്നും നല്ല ദിവസമായിരുന്നു. ചാലക്കുടി ക്ലാസ്സിലൊക്കെ വന്നുകൊണ്ടെന്ന്, അതുകൊണ്ടാണ്. സോ ഐ ഷുഡ് താങ്ക് ഹിം ഫോർ ദാറ്റ്. ഇന്നലെ ഇവിടുന്ന് പോയപ്പോൾ ഹോട്ടലിൽ എത്തിയപ്പോൾ കയറുമ്പോൾ തന്നെ ഒരാൾ എന്നോട് തോന്നി ചോദിച്ചു, അറിയാലോ എനിക്ക് താങ്കളെ,
ഐ നോ യു. എനിക്കറിയില്ല. അയാൾ പറഞ്ഞു KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ വർക്ക് ചെയ്യണത്? അങ്ങനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാൻ പറഞ്ഞു അല്ല. അപ്പോൾ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അയാൾ അഡ്വക്കേറ്റാണ്, ഒരു സീനിയർ അഡ്വക്കേറ്റാണ് എറണാകുളത്ത്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മുത്തശ്ശൻ അഡ്വക്കേറ്റായിരുന്നു, അമ്മയുടെ അമ്മാവൻ. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഈ റോസം, കാരണം മൈ ഗ്രാൻഡ് ഫാദർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ലീഡിങ് ബാരിസ്റ്റേഴ്സ് ഓഫ് കേരള. ഇല്ല, അവരെ പഠിപ്പിച്ചവരാണ് എല്ലാ ജഡ്ജിമാരും. ഞാൻ പറഞ്ഞു ആ കെയർ ഓഫിൽ എനിക്കൊരു LLB ഉണ്ട്, ഞാൻ ബാർ കൗൺസിലിൽ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട്, അവിടെയാണോ കണ്ടതാവാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഹി വാസ് പോണ്ടറിങ്. അപ്പോൾ ദെൻ ഹി സെഡ് ഹി റൺസ് എ എഞ്ചിനീയറിംഗ് കോളേജ്, ശ്രീശങ്കര എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ചെയർമാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആദിശങ്കര യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ബിക്കെയിം ക്ലോസ്. ചോദിച്ചാൽ എന്താ ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പോൾ ആദ്യത്തെ സ്പേസ് ഷട്ടിൽ സ്പേസിൽ പോയിട്ടുള്ള ഇന്ത്യക്കാരൻ ആരാ? ലൗഡർ. എന്ത് പറയാനുള്ളത് ഉറക്കെ പറഞ്ഞു. എന്താ കാര്യം? ടെൽ മീ ഹു ഇസ് ദാറ്റ്? ഉറക്കെ. എന്തും ഇത്രയായിട്ടും നിങ്ങൾ നന്നാവില്ല. ഞാൻ എത്ര പ്രാവശ്യം ഉറക്കെ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. ഹൗ ഡസ് ഇറ്റ് മാറ്റർ വെദർ ഇറ്റ് ഈസ് റോങ് ഓർ റൈറ്റ്? ഇറ്റ്സ് റൈറ്റ്. ടെൽ മീ. രാകേഷ് ശർമ്മ ഹോട്ടലിൽ താമസിക്കുന്നുണ്ട്, അദ്ദേഹത്തെ കാണാൻ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട് 5 മണിക്ക്, കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു പ്രിൻസിപ്പളും വേറെ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളും ഒരു മാനേജിങ് ഡയറക്ടറും അവരെയൊക്കെ എന്നെ പരിചയപ്പെടുത്തി, എൻ്റെ നമ്പറൊക്കെ എടുത്തു. ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. എനിക്ക് രാകേഷ് ശർമ്മനെ കാണേണ്ട കാര്യമില്ല, കാരണം ഐ മെറ്റ് ഹിം ലോങ് ബാക്ക് ഇൻ NRSA. സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വന്ന സമയത്ത് എപ്പോഴോ കണ്ടിരുന്നു. ഐ അറ്റൻഡ് ഹിസ് ലെക്ചർ ലോങ് ബാക്ക്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഹി വാസ് സിറ്റിംഗ് ബിസൈഡ് us, രാകേഷ് ശർമ്മ. ദെൻ വി ഹാഡ് എ ചാറ്റ്. കുറച്ച് സമയം സംസാരിച്ചു, പഴയ NRSAയിൽ വന്ന കാര്യം പറഞ്ഞു. ദെൻ ഓൾസോ ഐ ഫോർഗോട്ട് ആക്ച്വലി. ദെൻ ഐ റീകളക്റ്റഡ് ആൻഡ് ദ ക്വസ്റ്റ്യൻ വാസ് വെദർ ഐ ആം ഇൻ KR നാരായൺ. ദാറ്റ് ഓൾസോ ഐ ഫോർഗോട്ട്. ദെൻ ഓൺലി ഐ സെഡ്. ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കുകയോ അയാൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു റിലേഷൻ ഉണ്ടാവുമോ? യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ എം സെയിങ്? ഞാൻ കയറി പോകുമ്പോൾ അയാൾക്ക് തോന്നിയെന്ന് വിചാരിക്കും അയാൾക്ക് എന്നെ അറിയാമെന്ന്. പോയി സംസാരിച്ചിട്ടില്ലെങ്കിലോ? ഐ വിൽ നോട്ട് നോ ശർമ്മ എവിടെ താമസിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കറക്റ്റ്? ഐ വിൽ നോട്ട് ഗെറ്റ് ഇൻട്രൊഡ്യൂസ് ടു ഹിം, ഹി വിൽ നോട്ട് ഗെറ്റ് ഇൻട്രൊഡ്യൂസ് ടു മീ. നമ്മളെപ്പോഴും ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പം ക്ലാസ് കഴിഞ്ഞു, ഞാനിവിടെ ഇരിക്കേണ്ടത്, നിങ്ങളെല്ലാം പോകുന്നു. ഏതോ 1-2 ആളാണ് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുള്ളത്. അതിൽ ഇന്നലെ സംസാരിച്ച ഒരാൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ആരാ ചോദിച്ചതെന്ന് ഓർക്കില്ല. 2 പേര് ചോദിച്ചുള്ളൂ. ഞാൻ പറഞ്ഞു യെസ്, ആസ്ക് ഹിം. ഐ റീഡയറക്റ്റഡ് ടു ഹിം ആൻഡ് ദെൻ. നിങ്ങളുടെ വീട്ടിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്, ആണോ അല്ലയോ? കറക്റ്റ്? ദിസ് ഈസ് നോട്ട് മൈ പ്ലേസ്. അപ്പോൾ മിനിമം കർട്ടസി എന്ന് പറയുന്നത് നമ്മളൊരു ഇവാലുവേഷൻ അതാണ് ചെയ്യുക. നമ്മൾ വരുന്ന സമയത്ത് ആർ യു ദർ ടു ടെൽ വെൽക്കം? ഗോട്ട് ഇറ്റ്? അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരാളെ ഇവാലുവേറ്റ് ചെയ്യുക. നമ്മളത് കഴിഞ്ഞു, ക്ലാസ് എടുത്ത് പോയി, ഒരാൾ വന്നിട്ട് ക്ലാസ് നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ കംപ്ലൈൻറ്റിൻ്റെ ലിസ്റ്റ് കുറേ അയച്ചിട്ടുണ്ട് ഫൈസൽ, ഇങ്ങനെയൊന്നും അല്ല ക്ലാസ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ പറഞ്ഞ കംപ്ലൈൻ്റ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ എന്ത് മൂഡിലാണ് ഞാനിന്ന് വന്ന് ക്ലാസ് എടുക്കാം? യു ടെൽ മീ. ഇന്നലെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, യു ക്യാൻ ആസ്ക് എനിത്തിങ്, ഐ ഹാവ് എക്സ്പ്ലെയിൻ ദ വേ ഐ ഹാവ്. ഇതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യും. 3 കുട്ടികളോ 4 കുട്ടികളോ കൃത്യമായിട്ട് റിപ്പോർട്ട് എഴുതി അയച്ചാൽ ആ റിപ്പോർട്ടിന്റെ കോപ്പി ഞാൻ അങ്ങോട്ട് അയച്ചു. ഹി ഡിഡ്ന്റ് റിപ്ലൈ എനിത്തിങ് ഓൺ ദാറ്റ്. നല്ലൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് എഴുതിയോ ഫൈസൽ? ഇല്ല. അപ്രീസിയേഷൻ ഈസ് വാട്ട് ഈസ് എസെൻഷ്യൽ. ഗോട്ട് ഇറ്റ്? അത് സാധാരണ നിങ്ങളുടെ വീട്ടിലൊരാൾ വരുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് എത്ര മോശം വ്യക്തിയും ചെയ്യാൻ പഠിക്കണം. ഇത് എന്തിനാ പറയണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കൊക്കെ ജോലിയൊക്കെ കിട്ടും ചിലപ്പോൾ, പക്ഷെ അവിടെ പ്രൊമോഷൻ കിട്ടി മുകളിലേക്കൊക്കെ പോകണമെങ്കിൽ ഈ സ്വഭാവം ഉണ്ടാവും. അത് കേരളത്തിൽ വളരെ കുറവാണ്. ആ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് കേരളത്തിലെ പലരും അങ്ങോട്ട് എത്താത്തത്. നമ്മൾ കുറേ സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ.
ഇപ്പോൾ ഹൈദരാബാദിലൊക്കെ ഒരു ക്ലാസ് കഴിഞ്ഞു പോയി ഇഷ്ടം പോലെ പിള്ളേർ മെസ്സേജ് അയക്കും. അവരൊക്കെ ഇന്നതാണ് ഞാൻ പഠിച്ചത്. ഐ വിൽ ഷോ യു. അല്ലെങ്കിൽ യു ക്യാൻ ഗോ ആൻഡ് ലുക്ക് അറ്റ് മൈ യൂട്യൂബ്. അതിനകത്ത് കമൻ്റ് എഴുതുന്ന ആൾക്കാർ, റിട്ടയർ ആയിട്ടുള്ള 10-60 വയസ്സായിട്ടുള്ള പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ആയിട്ടുള്ള അടുത്ത കാലത്ത് ബാംഗ്ലൂർ പഠിച്ചിട്ടുള്ള ഒരു പ്രിൻസിപ്പളെ കാണാം CBSEയുടെ. ദേ റൈറ്റ്. സോ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണെന്ന് പറയാനാണ് ഇത് പറഞ്ഞത്. അതിൽ നല്ല അഡ്ജക്റ്റീവ് വരണം. അപ്പം നിങ്ങളെയൊക്കെ വഴക്ക് പറയുന്നതോ അല്ലെങ്കിൽ നിങ്ങളോട് കുറച്ച് സ്ട്രിക്റ്റ് ആവുന്നതോ നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല, നിങ്ങളെ മാറ്റണമെങ്കിൽ അതേ മാർഗമുള്ളൂ എന്ന് അറിയുന്നതുകൊണ്ടാണ്. ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട് പറയാം. പിന്നെ സീരിയസ് അല്ലാത്ത കുറച്ച് പേരുണ്ടാവും. നിങ്ങൾ ആരോട് സംസാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, ഉറങ്ങിയാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ നേരെ ബാക്കിലിരിക്കുന്നവരെ ഉപദ്രവിക്കും. സോ യു ഡോണ്ട് ലൈക്ക്, യു ക്യാൻ ഗെറ്റ് ഔട്ട്. ദാറ്റ്സ് മൈ പോളിസി. ഇപ്പം ഇതുവരെ ഞാൻ പല സ്ഥലത്തും പ്രൊഫസറായിട്ടുണ്ട്, ഒരു സ്ഥലത്തും അറ്റൻഡൻസ് എടുക്കാറില്ല. ആർക്ക് വേണമെങ്കിലും എൻ്റെ ക്ലാസ്സിൽ വന്നിരിക്കാം. സാധാരണ 60 കുട്ടികളുടെ ക്ലാസ് എടുക്കുന്ന സ്ഥലത്ത് ഞാൻ എടുക്കാറുള്ളത് 150 കുട്ടികൾക്കാണ്. എൻ്റെ ക്ലാസ് മിക്കവാറും ഫുള്ളാണ്. ഞാൻ എല്ലാവരും വന്നിരിക്കും. ഗോട്ട് ഇറ്റ്. അറ്റൻഡൻസ് എന്ന് പറയുന്ന ദിവസം ഞാൻ എടുക്കില്ല. അറ്റൻഡൻസിന് വേണ്ടി എൻ്റെ ക്ലാസ്സിൽ ഇരിക്കരുതെന്ന് പറയും. എല്ലാവർക്കും ഫുൾ അറ്റൻഡൻസ്. അങ്ങനെ അതുപോലെ ഞാൻ പഠിപ്പിച്ച വിഷയം ഓട്ടോണമസ് കോളേജ് എന്ന് കേട്ടിട്ടുണ്ടോ? ഓട്ടോണമസ് കോളേജ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ പുസ്തകം തീരുമാനിക്കാം, അവരുടെ സിലബസ് തീരുമാനിക്കാം, അവരുടെ എക്സാം തീരുമാനിക്കാം. ഹൈദരാബാദിലൊക്കെ BBA പഠിപ്പിക്കാൻ പോയ ബേഗംപേട്ട് സെന്റ് ഫ്രാൻസിസ് കോളേജ്, അവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് സിലബസ് ഒക്കെ നോക്കാറുണ്ട് ഞാൻ ക്ലാസ് എടുക്കും. അതൊക്കെ കഴിഞ്ഞ് കുട്ടികളോട് പറയും നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻറ്റും റിപ്പോർട്ടും ഒക്കെ എഴുതി അയക്കാൻ പറയും. അങ്ങനെയുള്ള ആ സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു ബുക്ക് എഴുതിയാണ്. ഇപ്പം ആ കോളേജിൽ പഠിപ്പിക്കുന്നത് ഞാൻ എഴുതിയ പുസ്തകം. യു അണ്ടർസ്റ്റുഡ്? അവർക്ക് എന്താണ് വേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ബുക്കായിട്ട് മാറും. അതാണ് ഓട്ടോണമസിൻ്റെ ഒക്കെ ഗുണം. സാധാരണ കോളേജിൽ പറ്റില്ല. അപ്പം നിങ്ങൾ എത്ര എഴുതുന്നുണ്ട് ആ കഴിവുകളാണ്, നിങ്ങളുടെ റിപ്പോർട്ടാണ്, നിങ്ങളുടെ എഴുതാനുള്ള കഴിവാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് പറഞ്ഞതാണ് നോട്ട് ടേക്കിംഗ് ആൻഡ് നോട്ട് മേക്കിംഗ്. ആ എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഫോർ മീ. അപ്പം നിങ്ങളത് എഴുതിയതുകൊണ്ടോ ഇല്ലതുകൊണ്ടോ ഐ ഡോണ്ട് ഗെറ്റ് എനി ബെനിഫിറ്റ്. ബട്ട് വൺസ് യു മേക്ക് ഇറ്റ്, ഇറ്റ്സ് ഗുഡ് ഫോർ യു. അപ്പോൾ ആ ഹാബിറ്റ് ഉണ്ടാവും. സോ ഹു വിൽ കറക്റ്റ് ദാറ്റ്? വൺസ് യു സെൻഡ് ഇറ്റ്, അത് ജനറൽ റിട്ടേൺ ആണെന്ന് വിചാരിക്കാം. ആ PPTയുടെ ഉണ്ടാക്കിയതിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ ഐ എം നോട്ട് ഏബിൾ ടു റീഡ് ഫ്യൂ ഓഫ് ദം. കാരണം അതിൻ്റെ ഫോർമാറ്റ് ഈസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. അപ്പോൾ കുറേ ടെക്സ്റ്റ് കാണില്ല. സോ ഐ ടു സ്പെൻഡ് മോർ ടൈം. ടെക്സ്റ്റ് ആയിട്ട് അയക്കുകയാണെങ്കിൽ ഐ ജനറലി എഡിറ്റ് ഇറ്റ് ആൻഡ് സെൻഡ് ഇറ്റ് ബാക്ക്. ഇന്നതൊക്കെയാണ് ഗ്രാമർ ഇങ്ങനെയാണ് മാറിയിട്ടുള്ളത്. ഐ ഇൻവെസ്റ്റ് ലോട്ട് ഓഫ് ടൈം. ഇപ്പം കർണൂലുള്ളൊരു കുട്ടിയുണ്ട്. കർണൂൽ എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിൻ്റെ ഒരു കുട്ടി. എൻ്റെ ടോക്ക് കേട്ടിട്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം എന്നെ കോൺടാക്ട് ചെയ്തു. BBA പഠിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ ടോക്ക് എങ്ങനെ? മിക്കവാറും ക്ലാസ്സുകൾ ചിലപ്പോൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെയാണ്. ഇതുവരെ കാണാത്ത ഒരാൾ. അപ്പോൾ അവരുടെ അച്ഛൻ ഇവിടുന്ന് കണ്ടാണ്, അമ്മ ആന്ധ്രയാണോ അങ്ങനെ എന്തോ ആണ്. ഷീ സ്റ്റാർട്ടഡ്. ഞാൻ സാധാരണ അമ്മമാരോ അല്ലെങ്കിൽ അച്ഛന്മാരോ ഒക്കെയാണ് മക്കളോട് ഇത് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുക എന്നൊക്കെയാണ് പറയാം. അപ്പോൾ ചോദിച്ചു പറഞ്ഞു നോ, ഐ ഫൗണ്ട് മൈസെൽഫ്. എന്താ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഐ വാണ്ട് ടു ഡു BBA, ദെൻ ഐ വാണ്ട് ടു ഡു ഫോർ സിവിൽ സർവീസ്. സ്ഥിരമായിട്ട് ന്യൂസ് പേപ്പർ വായിക്കാൻ പറ്റും, എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അയക്കാൻ പറ്റും. ആൻഡ് ഡെയിലി ഷീ ഡസ് ഇറ്റ്. ഒരാഴ്ചയൊക്കെ ഞാൻ മൈൻഡ് ചെയ്യാണ്ട്. അപ്പോൾ എന്നോടൊരു ചോദ്യം അന്നും അയച്ചിട്ട് ചോദിക്കും, വൈ ആർ യു നോട്ട് റെസ്പോണ്ടിങ്? ഐ വാസ് ടെസ്റ്റിംഗ്. ഞാൻ റെസ്പോണ്ട് ചെയ്യാണ്ടിരുന്നാൽ 10 ദിവസം കൊണ്ട് നിർത്തുന്ന ഒരാളാണെങ്കിൽ ദാറ്റ് മീൻസ് യു ഡോണ്ട് ഹാവ് ഇൻട്രസ്റ്റ്, യു ആർ ഡൂയിങ് ബിക്കോസ് ഐ ആം ആസ്കിങ് യു ടു ഡു ഇറ്റ്. അപ്പോൾ എല്ലാ ദിവസവും വായിക്കേണ്ടി വെച്ചു, എല്ലാ ദിവസവും വായിക്കേണ്ടത്. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് എഴുതുന്നത്. ആദ്യത്തെ 3-4 days ഐ കറക്റ്റ് ഇറ്റ് ആൻഡ് സെൻഡ് ഇറ്റ്, ദെൻ ഐ വിൽ സീ വെദർ യു ആർ ഡൂയിങ് ഇറ്റ് പെർഫെക്റ്റ് ഓർ നോട്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കുട്ടികൾ, നിങ്ങളുടെ റൈറ്റിംഗ് നല്ലതല്ലെങ്കിൽ, നിങ്ങൾ നേരത്തെ അബ്ദുൽ കലാമിനെ കുറിച്ച് പറഞ്ഞു, ആരോ ഇന്നലെ പറഞ്ഞപ്പോൾ ഇല്ലേ? ഞാൻ അബ്ദുൽ കലാം പോയ സ്കൂളിൽ അല്ലെങ്കിൽ പ്രോഗ്രാമിന് നെക്സ്റ്റ് ഞാനും പോയിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ. അപ്പോൾ ആ എഴുതിയ ചില അതിനകത്ത് നമ്മൾ വിസിറ്റേഴ്സിൻ്റെ ഒരു ബുക്ക് ഉണ്ടാവും. അബ്ദുൽ കലാം എഴുതിയതിൽ സ്പെല്ലിംഗ് തെറ്റുണ്ട്, പിന്നെ
സെന്റൻസുകളിൽ കറക്ഷൻ ഉണ്ട്. അദ്ദേഹം തന്നെ അത് കറക്റ്റ് ചെയ്തു, കട്ട് ചെയ്തിട്ട് താഴത്ത് എഴുതും. കോട്ടറ്റ് നമ്മൾ അബ്ദുൽ കലാം ബുക്ക് എഴുതി എന്നൊക്കെ പറഞ്ഞ് കുറേ നിങ്ങൾ കേട്ടില്ലേ? ഏതാ അബ്ദുൽ കലാമിന്റെ ഏറ്റവും ഫേമസ് ബുക്ക്? അതിന്റെ താഴത്ത് വേറൊരാളുടെ പേര് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഓതറായിട്ട്? അതാരും കാണില്ല. അത് എഴുതിയത് YS രാജനാണ്. മനസ്സിലാവുണ്ടോ പറയണത്? ഇപ്പൊ മാതാമൃതാനന്ദമായി പുസ്തകം എഴുതി, മാതാമൃതാനന്ദമായി തീരുന്ന പുസ്തകം എഴുതല പണി ആണോ? യു അണ്ടർസ്റ്റുഡ്? ഇപ്പൊ സ്വാമി വിവേകാനന്ദന്റെ പുസ്തകം, സ്വാമി വിവേകാനന്ദ പുസ്തകം എഴുതാറുണ്ടോ? അദ്ദേഹം പറയും, വേറെ ആരെങ്കിലും എഴുതും, അങ്ങനെയൊക്കെ ചെയ്യാം. അബ്ദുൽ കലാമിന്റെ പേരിൽ എഴുതുന്നു മാത്രം. എൻ്റെ സ്റ്റുഡൻ്റ് ആണ് അബ്ദുൽ കലാമിന്റെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളും പത്തനംതിട്ടക്കാരനാണ്, അനന്തകൃഷ്ണൻ. അയാള് ഡോക്ടറേറ്റ് ഇൻ ജേർണലിസമാണ്. എഞ്ചിനീയറിംഗിന് പഠിക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും മാഷന്മാരാണ്. അവർ ലാത്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, മഹാരാഷ്ട്രയിലെ പണ്ട് ഭൂകമ്പമുണ്ടായ സ്ഥലമാണ്, ലാത്തൂർ കൊണ്ടു ചേർത്തു. ഞാൻ ഇപ്പം നിങ്ങൾ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഡോക്ടറോ സയൻസോ വേണ്ടവരാണ്, പക്ഷെ ഞാൻ പറയുന്നത് ചില കുട്ടികളെ പാരൻസ് വിൽ ഫോഴ്സ് ദം. അങ്ങനെ കൊണ്ട് ചേർത്തു. അവനാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഇഷ്ടേയല്ല. എന്നിട്ട് എന്ത് ചെയ്തു? അവൻ കാലി ചെയ്ത് അവിടുന്ന് ഹൈദരാബാദിൽ വന്നു. അവിടുത്തെ പോസ്റ്റ്, അന്നൊക്കെ പൈസ അയക്കുന്നത് ബൈ മണി ഓർഡറാണ്. പോസ്റ്റ്മാനോട് പറഞ്ഞു ഇത് റീഡയറക്റ്റ് ടു ഹൈദരാബാദ് ആണ്. അച്ഛനും അമ്മക്കും അറിയില്ല അയാൾ സ്ഥലം വിട്ട കാര്യം. എഞ്ചിനീയറിംഗ് പഠിക്കണില്ല എന്ന് പറയില്ല. അതിനിടയിൽ പനി പിടിച്ച് കിടക്കുമ്പോഴാണ് ഒരു ദിവസം ഞാൻ പിക്കപ്പ് ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവന് ഭക്ഷണം കൊടുക്കുകയും താമസിപ്പിക്കുകയൊക്കെ ചെയ്ത്, അവന് ഇഷ്ടം ജേർണലിസം എന്നറിഞ്ഞതുകൊണ്ട് ഒരു പത്രത്തിൽ ജോലി മേടിച്ചു കൊടുത്ത് ജേർണലിസം കഴിഞ്ഞ് ഈസ് എ ഡോക്ടർ അനന്തകൃഷ്ണൻ നൗ ഇൻ ജേർണലിസം ആൻഡ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രിവിലേജ്ഡ് റിപ്പോർട്ടർ ഓഫ് ഡിഫൻസ് എയർക്രാഫ്റ്റ്സ്. അവൻ്റെ ബേസിക് ഇൻട്രസ്റ്റ് അതൊക്കെയാണ്. NAL, HAL അവിടെയൊക്കെ കറസ്പോണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അബ്ദുൽ കലാമിനെയൊക്കെ അങ്ങനെയാണ് കോൺടാക്ട് ആയത്. എൻ്റെ തറവാട്ടിൽ എൻ്റെ കൂടെ ക്യാമ്പിന് വന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അനന്തകൃഷ്ണൻ. നല്ല എഴുത്തുകാരൻ. ഇപ്പം മനോരമയായാലും ഇന്ത്യൻ എക്സ്പ്രസ് ആയാലും ഒക്കെ അതിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള റിപ്പോർട്ടറാണ്. പക്ഷെ സയൻസിലാണ് പാഷൻ, എഞ്ചിനീയറിംഗ് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ അവസാനം കിട്ടിയ ജോലി എന്താണ്? സയൻസ് റിപ്പോർട്ടർ എന്നാണ് അയാളുടെ പേര്. ഇപ്പം നിങ്ങൾക്ക് സയൻസാണ് ഇഷ്ടം, പക്ഷേ എഞ്ചിനീയറിംഗ് പഠിക്കാൻ താല്പര്യമില്ല. ബട്ട് സം ടേസ്റ്റ് ഉള്ളപ്പോൾ നിങ്ങൾ നാളെ ഉണ്ടാക്കുന്ന ഒരു സിനിമ എന്തായിട്ട് മാറും? സയൻസ് റിലേറ്റഡ് ടു മൂവി ആയിട്ട് മാറും. യു അണ്ടർസ്റ്റുഡ്? ഇപ്പോൾ ഏത് വിഷയം എടുത്താലും, ലെറ്റ് ഇറ്റ് ബി ആർട്ട്, സയൻസ്, എവ്രിവെയർ യുവർ എബിലിറ്റി ടു ബിക്കം മോർ ക്രിയേറ്റീവ്. ഡിസൈൻ തിങ്കിങ് എന്നാണ് പറയാം. ഇവിടെ നിന്ന് കുറച്ചും കൂടി കിഴക്കോട്ട് പോയ ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജ്, കുറേ വർഷം മുമ്പ് അവിടുത്തെ ഒരു മാഷ്ക്ക് ജോലി നഷ്ടപ്പെടുന്നു പറഞ്ഞിട്ട്, എന്നെ അറിയുന്ന ഒരു കുട്ടിയാണ്, എപ്പോഴും അറ്റൻഡ് ചെയ്ത ഒരാളിപ്പോൾ മാഷായി, എൻ്റെ ജോലി നഷ്ടപ്പെടും. അപ്പോൾ ചോദിച്ചു എന്താ കാരണം എന്ന് ചോദിച്ചു. അവിടെ MCA സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. ഇവൻ MCA പഠിപ്പിക്കുന്നതാണ്, മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ്. കമ്പ്യൂട്ടർ സയൻസ് BTech വന്നപ്പോൾ MCA പൂട്ടി പല സ്ഥലത്തും, അങ്ങനെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ചോദിച്ചു നിങ്ങളുടെ ഓണർ പറഞ്ഞാൽ കേൾക്കുകയാണെങ്കിൽ ഞാൻ വരാം ഒരാഴ്ച, ഐ വിൽ മാർക്കറ്റ് യുവർ MCA. BCA MCA മാർക്കറ്റ് ചെയ്തിട്ട് ഐ വിൽ മേക്ക് ഷുവർ യു ഗെറ്റ് എ ജോബ്. കാരണം അവൻ്റെ വൈഫ് അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്, ചെറിയ കുട്ടിയുണ്ട്, അച്ഛനും അമ്മയ്ക്ക് അസുഖമാണെന്നൊക്കെ എനിക്കറിയാം. ഐ നോ ഹിസ് ഫാമിലി. ഞാൻ പോയി 2-3 ദിവസം താമസിച്ചു. നടത്തിയൊരു വർക്ക്ഷോപ്പിൻ്റെ പേരാണ് ഡിസൈൻ തിങ്കിങ്. ഡിസൈൻ തിങ്കിങ് ആണ് മാസ്റ്റേഴ്സ്. വളരെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്, അത് ഇൻറ്റീരിയർ ഡിസൈൻ ആയാലും കമ്പ്യൂട്ടർ ഡിസൈൻ ആയാലും. നമ്മുടെ 2 ഡിഫറെൻറ്റ് ഫോണുകൾ 2 ഡിഫറെൻറ്റ് കമ്പനി എടുത്താൽ വൈ ഐഫോൺ ഈസ് കോസ്റ്റ്ലി, ദ ഡിസൈൻ ഈസ് ഗുഡ് എന്നാണ്. റൈറ്റ്? ഡിസൈൻ തിങ്കിങ് ഈസ് എ ഗ്രേറ്റ് സയൻസ്. ബിൽഡിങ്ങുകൾ ഡിസൈൻ ചെയ്യാനുള്ള കഴിവ്, ആർക്കിടെക്ചറിലാണെങ്കിൽ ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ചെയ്യാനുള്ള കഴിവ്, അതിന് വരയ്ക്കാനുള്ള കഴിവൊക്കെ പണ്ട് വേണം. ഇപ്പോൾ ഒക്കെ കമ്പ്യൂട്ടറിൽ ചെയ്യാം. വി ക്യാൻ മേക്ക് ഇറ്റ്. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നുള്ള സ്വപ്നെങ്കിലും ഉണ്ടാവണം, അപ്പോഴേ അത് ഭാവിയിലേക്ക് വരുള്ളൂ. സോ ഓൾ ഓഫ് യു ഷുഡ് ഹാവ് ദ എബിലിറ്റി ടു ഡ്രീം ഹൈ, തിങ്ക് ഹൈ ലെവൽ, ക്രിയേറ്റ് യുവർ ഓൺ ഡിസൈൻസ്. യുണീക്കായിട്ട് ചെയ്യാൻ പറ്റണം. ആ എബിലിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ സയൻസ്, അതർവൈസ് യു ഗെറ്റ് എ ജോബ്.
പക്ഷെ അവിടുന്ന് മുകളിലേക്കൊന്നും കയറാൻ പറ്റില്ല. എല്ലാവർക്കും ഉണ്ടത്. ബട്ട് സംബഡി ഹാസ് ടു ട്യൂൺ ഇറ്റ് വെൽ. അതിനാണ് എൻ്റെ ഒരു ശ്രമം. Got it? So ask me questions, probably I can answer it. നിങ്ങളുടെ നോട്ട് ബുക്കിലെ ഒരു പേജ് ചുമ്മാ ഒന്നിങ്ങനെ പിടിച്ചാട്ടെ. ഒരു പേജ് മാത്രം, ഒരു പേപ്പർ ചുമ്മാ ഇങ്ങനെ പിടിക്കാം. ജസ്റ്റ് ഫോൾഡ്. ഇതിന്റെ തിക്നെസ് എത്രയാ? എത്ര അതിന്റെ തിക്നെസ്? How do you measure? നിങ്ങളൊക്കെ സയൻസ് സ്റ്റുഡൻസ് അല്ലേ? മാത്തമാറ്റിക്സ് ആണ് ഇഷ്ടം. ഏത് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ടാണ് ഈ തിക്നെസ് മെഷർ ചെയ്യാറ്? നിങ്ങൾക്ക് സ്ക്രൂ ഗേജ് വേണം. എൻ്റെ അടുത്ത് സ്ക്രൂ ഗേജ് ഇല്ല. എങ്ങനെ മെഷർ ചെയ്യും? സ്ക്രൂ ഗേജ് ഇല്ലാതെ അതെങ്ങനെ മെഷർ ചെയ്യും? നിങ്ങളുടെ നോട്ട്ബുക്ക് എത്ര പേജിന്റെ നോട്ട്ബുക്കാണ്? അതിന്റെ കവർ പേജ് ഒഴിച്ച് ബാക്കിയുള്ള ഭാഗം സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാമോ? അല്ലേ? അത് എത്ര ഉണ്ടാവും? ഇപ്പൊ ഇത് എത്ര പേജാണ്? 200 പേജാന്ന് ചെയ്യും. ജസ്റ്റ് ഗസ്. ഇത് എത്ര ഉണ്ടെന്ന് അറിയാം? മെഷർ ചെയ്യാം. എത്ര ഉണ്ടാവും? 1 സെന്റിമീറ്റർ ഉണ്ടാവും. 12 millimeter ഉണ്ടാവും മാക്സിമം. 12 millimeter divided by 200. You got the thickness, right? മനസ്സിലാവുണ്ടോ? ഈ ബുദ്ധിയാണ് സയൻസ് ബുദ്ധി. You got what I'm saying? കുറേ ചെറിയ ചെറിയ സാധനങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ. അത് മെഷർ ചെയ്യണം. അതിന്റെ വെയിറ്റ്. അത് വെയിറ്റ് മെഷർ ചെയ്യണമെങ്കിൽ യു നീഡ് എന്താണ് മൈക്രോഗ്രാം ഒക്കെ മെഷർ ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെന്റ് വേണം. അല്ലേ? അത് സ്വർണ്ണക്കടക്കാരൻ്റെ അടുത്ത് ഉണ്ടാവും. അതില്ലാത്തപ്പോൾ എന്ത് ചെയ്യും? get 1000, weigh it, divide it, finished. ഇതിനെയാണ് ലോജിക്ക് എന്ന് പറയാം. ഞാൻ ഇന്നലെ പറഞ്ഞു, ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ എബിലിറ്റി. ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറേ മാർഗങ്ങളുണ്ട്. നിങ്ങൾ വിചാരിക്കുക തമാശയാണ്. ഞാൻ സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ കയറിയ സമയത്ത് കുറേ ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യനൊക്കെ കഴിഞ്ഞ് പിന്നെയും ഓൾമോസ്റ്റ് സെലക്ട് ആയി എന്നൊക്കെ തോന്നുന്ന സമയത്ത് വേറൊരു ചോദ്യം കൂടി ചോദിക്കും. നമുക്ക് തോന്നും സബ്ജക്റ്റൊക്കെ കഴിഞ്ഞല്ലോ, സബ്ജക്റ്റൊക്കെ വണ്ടർഫുൾ. പിന്നെയാണ് നോക്കുക ഒബ്സർവേഷനുള്ള സ്കില്ലുണ്ടോ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ കുട്ടികളുടെ മാഗസീൻ ഉണ്ട്. ആ മാഗസീനിൽ ഒരു കാടിൻ്റെ ഉള്ളിൽ മരത്തിൻ്റെ പടക്കം തന്നിട്ട് 3 പൂച്ചയുണ്ട്, കണ്ടുപിടിക്കാൻ പറയും. അല്ലേ? അത് LKG പിള്ളേരുടെ പണിയല്ലേ? അതാണ് എന്നോട് ചോദിച്ചത്. അതിനുത്തരം പറഞ്ഞുകൊണ്ടാണ് ലാസ്റ്റ് സെലക്ട് ആയത് സയന്റിസ്റ്റാണ്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അത് നമ്മുടെ അനലിറ്റിക്കൽ സ്കില്ലാണ്. ബ്രെയിൻ ശരിക്കും വർക്ക് ചെയ്യണമെങ്കിലൊക്കെ അത് കണ്ടുപിടിക്കാൻ പറ്റും. അത് ചെറുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനാണ് അത്തരം മാഗസീനിലൊക്കെ അത് ഇടുന്നത്. ഇപ്പോഴും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റണം. യു അണ്ടർസ്റ്റുഡ്? ചില കളികളുണ്ട്, ഇതുവഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ സ്റ്റക്ക് ആവും. വേറെ വഴി പോയാലേ പുറത്തേക്ക് വരും. ഇല്ലേ? ഇതൊക്കെ നാളെ നിങ്ങളൊരു ഇന്റലിജൻസ് ഓഫീസർ ആയാലും ഏത് വഴി പോയാലാണ് പെടാണ്ടിരിക്കുക എന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ യു നീഡ് ദാറ്റ്. എല്ലാ വീഡിയോ ഗെയിംസും ഇത്തരം എബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളൊക്കെ വീഡിയോ ഗെയിംസ് കളിക്കും, പക്ഷെ അതിൽ അഡിക്റ്റ് ആവാണ്ടിരിക്കണം. അത്രേ ഉള്ളൂ. ബോർഡ് ഗെയിംസ് ഉണ്ടാവും. ഇതിനൊക്കെ ലോജിക്കാണ്. നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ ബോർഡ് ഗെയിമിൽ ഏത് ബോർഡ് ഗെയിം കളിച്ചാലും they will win. ലാംഗ്വേജ് സ്കില്ല്, നല്ല ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്നത്, നിങ്ങളുടെ എബിലിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റും. റൈറ്റ്?
അഡ്വഞ്ചർ എന്നുള്ളൊരു വാക്കെഴുത്. ADVENTURE. ഒരു പുതിയ പേജ് എടുക്കുക. പുതിയ പേജിൽ അഡ്വഞ്ചർ എന്ന് എഴുതാം. അതിൽ സിംഗിൾ ലെറ്റർ മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു വാക്ക് ഏതാ? ഏന്ന് മാത്രം എഴുതിയാൽ ഒരു മീനിങ് ഫുൾ വേർഡാണ്, ആണോ അല്ലയോ? സോ എ ഈസ് എ വേർഡ്. അപ്പൊ 1 ലെറ്ററിൽ ഇതിലെല്ലാം ഉള്ളതിൽ നമുക്ക് 1 ലെറ്റർ മീനിങ് ഫുൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ആകെ ഒന്നേ ഉള്ളൂ, അത് എ ആണ്. ഇപ്പൊ 1 ലെറ്റർ ഒരു വേർഡ് കിട്ടി. 2 ലെറ്റേഴ്സ് വെച്ചിട്ട് അതൊരു ബ്ലോക്ക് പോലെ തന്നതാണ്. റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഉള്ളത് അതേപോലെ ഉപയോഗിക്കാം. സോ യു ടെൽ മീ ഇൻ അഡ്വഞ്ചർ ഈ 2 ഉപയോഗിക്കാൻ പറ്റുന്ന ഏതൊക്കെയായിരിക്കും? മീനിങ് ഫുൾ, നോട്ട് ഷോർട്ട് ഫോംസ്. ഷോർട്ട് ഫോംസ് പെർമിറ്റഡ് അല്ല. AT at, AN and. ഓക്കെ, എഴുതാം. 3 ലെറ്ററിൽ എൻ്റെ എക്സാമ്പിൾ പറയും. TEAT. ഓക്കെ, 4 ലെറ്ററുള്ള. ഓക്കെ, അടുത്ത ചോദ്യം. നിങ്ങൾക്ക് ഇത്തരം എത്ര വാക്കുകൾ അഡ്വഞ്ചർ എന്നുള്ളതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും? ഒരു നമ്പർ ഗസ് ചെയ്തിട്ട് മുകളിൽ എഴുതും. വെറുതെ അഡ്വഞ്ചർ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, അതിന്റെ മുകളിൽ നിങ്ങൾക്ക് എത്ര എഴുതാൻ പറ്റുന്ന ഒന്ന് ഗസ് ചെയ്ത് എഴുതാം ആദ്യം. ഫസ്റ്റ് 10 ആണോ പറ്റുക, 20 ആണോ പറ്റുക? ഒരു നമ്പറാണ് വേണ്ടത് എനിക്ക്. ആ നമ്പർ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് എത്ര പറ്റും? 50 പറ്റുന്നവരാരും ഉണ്ടോ? 100, 70, 30? അമനി എബൌ 30 എത്ര പേർക്ക് പറ്റും? ഈ പണി പാടില്ല. ഐ നോ ഐ ക്യാൻ ഡു ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ ബാക്കിയുള്ളവരും നോക്കണ്ടല്ലേ. എബൌ 30 ആകെ 2 പേരുള്ളൂ. ഐ വിൽ ടെൽ യു, നിങ്ങൾക്ക് എല്ലാവർക്കും എബൌ 30 പറ്റും. അത്രയും സിമ്പിളാണത്. പക്ഷെ നിങ്ങൾ ഇതുവരെ ഇത് ചെയ്തിട്ടില്ല, ഉണ്ടോ? നിങ്ങൾക്ക് എത്രയോ സമയമുണ്ടെന്നറിയോ? ഇത് ചെയ്യുമ്പോൾ എന്താ ചെയ്യണമെന്നറിയോ? യു ആർ മേക്കിംഗ് യുവർ ബ്രെയിൻ ടു വർക്ക് ക്രിയേറ്റീവ്ലി. പഠിച്ച പഴയ വാക്കുകളൊക്കെ എത്രയോ സമയം അനാവശ്യമായിട്ട് വേസ്റ്റ് ചെയ്യണമില്ലേ? ബസ്സിലിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന പണിയാണ്. ഞാനൊക്കെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇരുന്ന എത്ര ട്രെയിൻ ലേറ്റ് ആയാലും എനിക്ക് കുഴപ്പമില്ല. ബിക്കോസ് ഐ ഹാവ് സോ മച്ച് ടു ഇന്റേണലൈസ് മൈസെൽഫ്. ക്രിയേറ്റീവ് ആയിട്ടുള്ള മനസ്സുണ്ടാക്കാൻ ഇത് അത്യാവശ്യം. ഇത് ഇംഗ്ലീഷ് പഠിക്കാൻ മാത്രമല്ല, മേക്സ് യുവർ ബ്രെയിൻ ടു വർക്ക് ആക്റ്റീവ്. ഇതാണ് നിങ്ങളുടെയൊക്കെ ബാങ്ക് ടെസ്റ്റ് ആയാലും സിവിൽ സർവീസ് ആയാലും മിക്കവാറും MNC കമ്പനികളിലും ഒക്കെ ഇത്തരം എബിലിറ്റീസ് ആണ് നിങ്ങളെ ബെറ്റർ ആക്കിയിട്ട് മാറ്റുന്നതാണ്. 54. ഓക്കെ, വേറൊരു ചോദ്യം. നിങ്ങൾ ചോദിക്കണം. പറയാം എന്താ വെച്ചാൽ എനിക്ക് ഐ ക്യാൻ ഗോ ഓൺ ലൈക്ക് ദിസ് ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ്. യാ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? യാ, കം ഓൺ. Read that and make it yours. How difficult is it to become a good student after being a bad student for a long time? ഏറ്റവും നല്ല എക്സാമ്പിൾ ഞാനാണ്. ഞാൻ പറഞ്ഞല്ലോ, ടാഗോർ വിദ്യാനികേതൻ 20,000 പേര് അഡ്മിഷൻ എഴുതിയിട്ടാണ്. തളിപ്പറമ്പിലുള്ള ഗവൺമെന്റ് സ്കൂളാണ് ടാഗോർ വിദ്യാനികേതൻ. അവിടുത്തെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് AEO DEO ആയിട്ടുള്ളവരൊക്കെ പ്രിൻസിപ്പളായിട്ട് കൊണ്ടുവെക്കുക ചെയ്യാം. അവിടുത്തെ ടീച്ചേഴ്സൊക്കെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ്. ആകെ 27 സ്റ്റുഡൻസ് മാത്രം 8th ഗ്രേഡിൽ. 7th കഴിഞ്ഞ് എൻട്രൻസ് എക്സാം എഴുതി 8th ഗ്രേഡിൽ അഡ്മിഷൻ. ഗവൺമെന്റ് തീരുമാനിച്ചു ഡിസ്ട്രിക്റ്റിൽ ഒരു ബെസ്റ്റ് സ്കൂൾ കണ്ടുപിടിക്കുന്നു. അങ്ങനെയാണ്
തളിപ്പറമ്പിലെ ടാഗോർ വിദ്യാനികേതൻ തുടങ്ങിയത്. അന്നൊക്കെ ഞങ്ങളുടെയൊക്കെ സ്കൂള് ഓടിട്ടതാണ്. ടാഗോർ വിദ്യാനികേതൻ മാത്രമേ ഉള്ളൂ കോൺക്രീറ്റ് ആയിട്ട്, വലിയ വറാന്തയും. ഈ കാണുന്ന സ്കൂളൊക്കെ വളരെ ലാവിഷാണ് ഞങ്ങൾക്കത്. ഏകദേശം ഈ സ്റ്റൈലിലൊക്കെ 20,000 പേര് എൻട്രൻസ് ചെയ്തു. അതിൽ നിർഭാഗ്യവശാൽ എനിക്കും കിട്ടി, ഭാഗ്യമല്ല, ബൈ മിസ്റ്റേക്ക് ആയിക്കോട്ടെ. അപ്പോൾ സ്കൂൾ കയറിയ സമയത്ത് എല്ലാ പ്രാവശ്യവും എക്സാമിനേഷന് എന്നെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു റാങ്കാണ് എനിക്ക് കിട്ടിയത്. ഏതാ ഡിഫീറ്റ് ചെയ്യാൻ പറ്റാത്ത റാങ്ക്? ലാസ്റ്റ് റാങ്ക്. സോ കണ്ടിന്യൂസ് 27 കിട്ടിയ ആളാണ്. എന്നിട്ട് ഓരോ ക്ലാസ്സിലേക്കും പിടിച്ചുകൊണ്ടു ബാക്കി മാഷന്മാരെ. ബാലകൃഷ്ണൻ മാഷ് എന്ന് പറഞ്ഞൊരു ഫിസിക്സ് മാഷുണ്ട്, അയാളെ പിടിച്ചുകൊണ്ടിട്ട് വരും. ലോകത്തിലെ ഏറ്റവും മോശം സ്റ്റുഡൻറ്റ് ഇതാ അസംബ്ലിയിൽ വിളിച്ചിട്ട് എന്നെ മോക്കറൈസ് ചെയ്യാറുണ്ട്, വഷളാക്കാറുണ്ട്. അത്രയും മോശം സ്റ്റുഡൻ്റ്. കണ്ടിന്യൂസ് 27. 8th ഗ്രേഡ് കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ വിളിച്ചിട്ട് TC തന്നിട്ട് പുറത്തു വാങ്ങും. ബിക്കോസ് ഇറ്റ്സ് എ ഷെയിം ഫോർ ദ സ്കൂൾ. ഏറ്റവും മോശം സ്റ്റുഡൻറ്റ് താനിവിടെ നിന്നാൽ, അന്ന് ഫസ്റ്റ് ക്ലാസ് എന്നാ പറയാം, 60%. 10ാം ക്ലാസ് കഴിയുമ്പോൾ 60% കിട്ടാത്തത് കൊണ്ട് സ്കൂളിൻ്റെ പേര് കളയും. കാരണം ഇറ്റ്സ് എ ചാലഞ്ച്. ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സൊക്കെ പഠിപ്പിച്ചിട്ട് എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ മോശമാകുന്നിട്ട് എന്നെ പുറത്താക്കി. അങ്ങനെ പോയാളാണ്, റൈറ്റ്. കുറേ കൊല്ലത്തിന് ശേഷം അവിടുത്തെ +2 സ്റ്റുഡൻസിന് അവാർഡ് കൊടുക്കാൻ എന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. അവർക്ക് അന്നത്തെ പ്രിൻസിപ്പൾ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അവനൊന്നും എൻ്റെ കഥ അറിയില്ല, ഞാൻ അവിടെ പണ്ട് പഠിച്ചത്. അപ്പോൾ അവൻ വൈസ് പ്രിൻസിപ്പൾ എങ്ങാണ്ടാണ്. അവൻ പറഞ്ഞിട്ടാണ് ബാലകൃഷ്ണൻ നല്ല സ്റ്റുഡൻ്റാണ്, ഞങ്ങൾ കൂടെ പഠിച്ച BSc മാത്തമാറ്റിക്സ്. അത് കഴിഞ്ഞിട്ട് 3-4 മാസ്റ്റേഴ്സ്, ഇപ്പോൾ PhD ചെയ്തു. റിട്ടയർ ആയതിനു ശേഷം PhD ചെയ്ത ആളാണ്. എഡ്യൂക്കേഷൻ വാസ് കോർ ടു ഹിസ് ഹാർട്ട്. അയാളുടെ താല്പര്യം കൊണ്ട് അയാളുടെ പ്രിൻസിപ്പൾ എന്നെ വിളിച്ചാണ്. ദേ ഡിഡ് നോ ദാറ്റ് ഐ വാസ് എ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു വലിയൊരു ഹോളാണ്, 3-4 ക്ലാസ്സുകൾ പാർട്ടീഷൻ മാറ്റിയിട്ട് ഹോളാക്കിയതിലാണ് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതേ ക്ലാസ്സിൽ പണ്ട് പാർട്ടീഷൻ ഉണ്ടായിരുന്നു, ഇവിടെയായിരുന്നു എന്നെ ബാലകൃഷ്ണൻ മാഷൊക്കെ കൊണ്ടുവന്നിട്ട് മോശം സ്റ്റുഡൻറ്റ്, അതും ഫിസിക്സിൽ മോശം സ്റ്റുഡൻ്റ് ആണെന്ന്. അപ്പോൾ ഞാൻ PhD എടുത്തത് ഫിസിക്സിലാണ്, വർക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ് ഒപ്റ്റിക്സിലാണ്. അപ്പോൾ ഇന്ന് ഏത് നിലയാണെന്നൊന്നും വേണ്ട. അപ്പം ഞാൻ ചില കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ MBA പഠിക്കുന്ന കുട്ടികൾക്ക് പ്രോജക്റ്റ് കൊടുക്കാൻ പറയും. സോ സ്പേസ് ഡിപ്പാർട്ട്മെൻ്റൊക്കെ ആയതുകൊണ്ട് ഏറ്റവും നല്ല സ്റ്റുഡൻറ്റിനൊക്കെ തരിക. ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് വാണ്ട്. പലതിലും തോക്കുന്ന കുട്ടികൾ എനിക്ക് താ, ഒന്നിനും കൊള്ളില്ല എന്നുള്ള കുട്ടികൾ എനിക്ക് താ. നല്ലവരൊന്നും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. സി ബ്രൈറ്റ് സ്റ്റുഡൻസ് വിൽ ഓൾവേസ്. അപ്പം നല്ല കളിക്കാരന് കോച്ചിൻ്റെ ആവശ്യമൊന്നുമില്ല, റൈറ്റ്. എ ടീച്ചർ ഈസ് ഗുഡ് ഓൺലി വെൻ ദേ മേക്ക് എ ലോ ക്ലാസ് സ്റ്റുഡൻറ്റ് ടു എ ഹൈ ക്ലാസ് സ്റ്റുഡൻറ്റ്. ഏറ്റവും അത്യാവശ്യം പലപ്പോഴും പഠനത്തിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ യു ആർ നോട്ട് ഏബിൾ ടു ഫോളോ വാട്ട് ദ ടീച്ചർ ഈസ് സേയിങ്. ഇംഗ്ലീഷ് ആണ് പറയുന്നുണ്ടെങ്കിൽ ആ വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടാവില്ല. അണ്ടർസ്റ്റുഡ്? അത് കൊമേഴ്സ് ആയാലും കെമിസ്ട്രി ആയാലും ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നല്ലോണം പഠിക്കണം. ഓക്കെ. പ്രോപ്പർട്ടി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? വാട്ട്സ് ദ മീനിങ് ഓഫ് പ്രോപ്പർട്ടി? ബിലോങ്ങിങ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? സ്വന്തമായിട്ടുള്ളത്. അതെ, സ്വന്തമായിട്ടുള്ളത്. എന്ത് വേണമെങ്കിൽ ഏത് സ്കൂളാണ്? സെന്റ് സേവിയേഴ്സ് CMI സ്കൂൾ. സെന്റ് സേവിയേഴ്സ് CMI സ്കൂൾ പുല്ലൂർ. എൻ്റെ സ്കൂളല്ല, എൻ്റെ സ്കൂൾ, ഞാൻ പഠിക്കുന്ന സ്കൂൾ. എനിക്കവിടെ 2 മക്കള്. ഞങ്ങളുടെ ഇല്ല, ഞാൻ ഒറ്റയ്ക്കുള്ള പോയാണെങ്കിൽ എൻ്റെ അമ്മയെന്ന് പറയാം. So that's your ownership. ഏതാ തൻ്റെ രാജ്യം? തൻ്റെയാണോ? നമുക്കൊരു സ്ഥലമില്ലെങ്കിലും എനിക്കെന്ത് പറയാം? ഇതെൻ്റെ രാജ്യമാണെന്ന് പറയാം, അല്ലേ? ഇതെൻ്റെ സുഹൃത്താന്ന് പറയാം. എത്രയോ സുഹൃത്തുക്കളുള്ളപ്പോഴും യെസ്, അതാണ് ബിലോങ്ങിങ്സ്. യു ആർ മൈ സ്റ്റുഡൻറ് ഓർ നോട്ട്? യെസ്. Once you agree and I agree, you become my student. Are you my property? Yes.
അതാണ് പ്രോപ്പർട്ടിയുടെ മീനിങ്. അത് പ്രോപ്പർ ആയതുകൊണ്ടാണ് സ്റ്റുഡൻ്റ് ആവുന്നത്. ഇഫ് യു ആർ നോട്ട് പ്രോപ്പർ, യുവർ ബിഹേവിയർ ഈസ് നോട്ട് പ്രോപ്പർ, നമ്മളെന്താ പറയാ? യു ആർ നോട്ട് മൈ സ്റ്റുഡൻറ്, ഗെറ്റ് ഔട്ട് എന്ന് പറയും. പറയുമല്ലോ, ഐ ഡിസോൺ യു. ഓണർഷിപ്പാണ്. യു ആർ നോട്ട് മൈ സ്റ്റുഡൻറ് എന്ന് പറയുമ്പോൾ ഐ ആം ഡിസോണിങ് യു. ആ ഒരു വാക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റുമോ? ഞാൻ പഠിച്ചു. നമ്മൾ ഡിക്ഷണറി നോക്കിയാൽ എത്ര അർത്ഥങ്ങൾ കാണും അതിനകത്ത്? നമ്മളൊന്നും വായിക്കാറില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ വായിക്കാറുള്ളൂ. അതിന് പകരം ഇന്ന് മുതൽ ഡിക്ഷണറിയിൽ ഫുൾ വായിക്കാം. ഡിക്ഷണറി വീട്ടിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സ്മാർട്ട് ഫോണില്ലേ? നിങ്ങൾ ഏത് ഡിക്ഷണറിയാ സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കുക? ചുമ്മാ ഗൂഗിളിലാ? അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ലേ? ലണ്ടനിലൊരു സ്കൂളിലെ അഡ്മിഷന്റെ ഫീസ് അടക്കം മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ്, മില്യൺസ് ഓഫ് പൗണ്ട്സ് ആണ്. അപ്പൊ ചില രാജ്യങ്ങളിൽ നിന്നും, ടർക്കിയിൽ നിന്ന് ഒരു ഫാമിലി ലണ്ടനിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു നല്ലൊരു ഡോക്യുമെൻ്ററി ഉണ്ട്. ഹൗ ഡു ദേ സെലക്ട്, കുട്ടികളെ എങ്ങനെയാണ് സെലക്ട് ചെയ്യാം? കുറേ ചോദ്യം ചോദിക്കുമ്പോൾ ആ കുട്ടിയോട് ചോദിക്കുകയാണ്, ലാസ്റ്റ് വായിച്ച പുസ്തകം മീൻ, അല്ലെങ്കിൽ പിന്നെ അയാളാണോ നീ ഇവിടെ ചോദിച്ചു ചോദിക്കും. See, this is a wrong question, na? ലാസ്റ്റ് വായിച്ച പുസ്തകം ഏതാ? I don't remember. അപ്പൊ ലാസ്റ്റ് അടുത്തൊന്നും വായിച്ചിട്ടാണ് അർത്ഥം റിഫം പറയുന്നത്. ഈ കുട്ടിയോട് ചോദിക്കുകയാണ്, ചെറിയ കുട്ടിയാ, ലാസ്റ്റ് വായിച്ച പുസ്തകം ഏതാണെന്ന് ചോദിക്കുന്നത് 3ാം ക്ലാസ് അഡ്മിഷന് പോകുന്നൊരു കുട്ടിയോടാണ്. ആ കുട്ടി പറഞ്ഞ ഡിക്ഷണറി. ഗോട്ട് ഇറ്റ്? എന്നിട്ട് ഇന്റർവ്യൂ കമ്മിറ്റി എന്ത് ചെയ്യുന്നറിയോ? കാരണം ഇത് കൊടുക്കുന്നത് ആ 4ാം ഗ്രേഡ് മുതൽ PhD വരെയുള്ള ഫെലോഷിപ്പാണ്. ഗോട്ട് ഇറ്റ്? ദ ഹോൾ കമ്മിറ്റി, ഷോ മീ, വി ആർ കമ്മിങ് ടു യുവർ ഹൗസ്, ഷോ മീ ദ ബുക്ക്. അപ്പൊ ആ കുട്ടിയോട് പറഞ്ഞു, വീട്ടിൽ വരികയാണ്, ഐ വാണ്ട് ടു സീ ദ ബുക്ക്. അപ്പോൾ ആ കുട്ടി രാവിലെ വരുമ്പോൾ നിലത്ത് തുറന്നു വെച്ചിരിക്കുന്ന ഡിക്ഷണറി കാണിച്ചു. ഈ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഡിക്ഷണറി തുറന്ന് വായിച്ചിട്ടാ പറ്റിയത്. അത് ടു ഹെവി. അപ്പൊ കബോർഡിൽ തിരിച്ചു വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നിലത്ത് തന്നെ തുറന്നു വെച്ച പേജ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒറ്റ ക്വസ്റ്റ്യനിലാണ് ആ കുട്ടിക്ക് അഡ്മിഷൻ കൊടുത്തതും മില്യൺസ് ഓഫ് പൗണ്ട്സ് ആണ് ഫെലോഷിപ്പ്. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഡിക്ഷണറി ഉള്ള ആളാണ്. കാരണം ഒന്നല്ല, കുറേ ഡിക്ഷണറികൾ. ബിക്കോസ് വി ഡോണ്ട് ഹാവ് WWW. പക്ഷെ ഇന്ന് WWWയിൽ ഏറ്റവും നല്ല ഡിക്ഷണറി എന്ന് പറയുന്നത് wordhippo.com എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. WORDHIPPO. ഹിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഹിപ്പോ എന്ന് പറഞ്ഞാൽ ടിൽറ്റഡ്. വേർഡിനെ ഇങ്ങനെ ഡാൻസ് ചെയ്യിപ്പിച്ചിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. സോ ആന്റോണിം, സിനോണിം എവിടെ യൂസ് ചെയ്യണം? സയൻസ് പഠിക്കുന്ന എല്ലാ കുട്ടികളും, സയൻസ് മാത്രമല്ല സോഷ്യൽ സയൻസ് പഠിക്കുന്ന കുട്ടികളും. ഇപ്പൊ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ പറഞ്ഞത് പ്രോപ്പർട്ടി എന്ന വാക്ക് കൊമേഴ്സിൽ വരുന്നതാണ് പറഞ്ഞത്. ബിലോങ്ങിങ്നെസ്, ട്രേഡ്, എഗ്രിമെന്റ്, ഇതൊക്കെ പ്രോപ്പർട്ടിയാണ്. ഡോക്യുമെന്റ് നമ്മുടെ കൂടെ പ്രോപ്പർട്ടി ഈസ് മൈൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ് രജിസ്റ്റർ ചെയ്തത്, ഡസ് ഇറ്റ് ബിലോങ്സ് ടു. പക്ഷെ നിങ്ങളൊക്കെ സയൻസ് സ്റ്റുഡൻസ് ആണ്, എന്നിട്ടും പ്രോപ്പർട്ടിയുടെ വാക്ക് ചോദിക്കുമ്പോൾ സോൾട്ടിന്റെ പ്രോപ്പർട്ടി, പ്രോപ്പർട്ടി ഓഫ് സോൾട്ട് ഈസ്, അങ്ങനെയല്ലേ പറയാം. ഇപ്പൊ കെമിസ്ട്രി പഠിക്കുന്ന ആള് പ്രോപ്പർട്ടി എന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? അത് പ്രോപ്പർ ആയിട്ട് സോൾട്ടിനെസ് ഉണ്ടെങ്കിൽ സോൾട്ടായി. ദ ക്വാളിറ്റി ഈസ് വാട്ട് ഈസ് കോൾഡ് പ്രോപ്പർട്ടി. സ്റ്റുഡന്റിന്റെ ക്വാളിറ്റിയാണ്, സ്റ്റുഡന്റ് എന്നുള്ള ക്വാളിറ്റിയാണ് നിങ്ങളുടെ പ്രോപ്പർട്ടി. ടീച്ചർ എന്നുള്ള ക്വാളിറ്റിയാണ് എൻ്റെ പ്രോപ്പർട്ടി. ഓക്കെ. പിന്നെ ഒരു ടീച്ചറും സബ്ജക്റ്റ് നന്നായിട്ടൊന്നും അല്ല പിള്ളേരുടെ മനസ്സിൽ കയറുക. ഞാൻ കുറേ സബ്ജക്റ്റ് പഠിപ്പിച്ചതുകൊണ്ടൊന്നും നിങ്ങളുടെ മനസ്സിൽ കയറില്ല. ഐ മസ്റ്റ് നോ യുവർ മനസ്. മൈൻഡ് മാനേജ്മെന്റ് ആണ് നല്ല ടീച്ചറുടെ ലക്ഷണം. ഓക്കെ. മൈൻഡിനകത്ത് അതെങ്ങനെ കയറ്റാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ഒരു സയൻസ് ടീച്ചറും പറഞ്ഞിട്ടുണ്ടാവില്ല ഡിക്ഷണറി നോക്കിയിട്ട് പഠിക്കണം. പോളിനോമിയൽ എത്രയോ പ്രാവശ്യം കേട്ട വാക്കാ. പോളി മൾട്ടിപ്പിൾ എന്ന അർത്ഥം. പൊളിറ്റിക്സ് മൾട്ടിപ്പിൾ ട്രിക്സ് ആണ്. ഓക്കെ. പോളിനോമിയൽ എന്ന് പറഞ്ഞ വാക്കതാണ്. ആൾജിബ്ര ഒരു ടെക്സ്റ്റ് പഠിച്ചിട്ടുണ്ട്, അനാലിസിസ് വേറെ പഠിച്ചിട്ടുണ്ട്. ഇത് തമ്മിൽ എന്താ വ്യത്യാസം? ട്രിഗണോമെട്രി, ട്രൈ എന്ന് പറഞ്ഞാൽ 3, ട്രിഗണോ അതിൽ ആംഗിൾ വന്നു,
മെട്രിക് എന്ന് പറഞ്ഞാൽ മെഷർമെന്റ് ആണ്. ഇങ്ങനെ ഓരോ വാക്കുകളും. ഓക്കെ, പൈ എന്നുള്ള വാക്ക് എന്തുകൊണ്ട് പൈ എന്ന് വന്നു? പൈ എന്നുള്ളതിന് എന്തുകൊണ്ടാണ് പൈ എന്ന് വിളിച്ചത്? ഇന്നലെ ഞാൻ പറഞ്ഞു പെരിമീറ്റർ വെച്ചിട്ട് ഡയമീറ്റർ മെഷർ ചെയ്യുന്നത്. ആ പെരിമീറ്റർ എന്നുള്ള ഗ്രീക്ക് വാക്ക് പൈ മീറ്റർ എന്നാണ്. അതാണ് പൈ എന്ന വാക്ക്. അവിടെ പെരിമീറ്റർ എന്നുള്ളത് ഗ്രീക്ക് വാക്കാണ്. അതിനകത്ത് പൈ എന്നാണ് അവര്, അവിടെ പി എന്നല്ല സ്പെല്ലിങ്, ഗ്രീക്കിൽ പൈ എന്നാണ് സ്പെല്ലിങ് വരിക. അതൊരു ഗ്രീക്ക് വാക്കാണ്. ഗ്രീക്കിന്റെ സ്പെല്ലിങ്ങിൽ പൈ എന്നാ വരിക. നമ്മൾ ഓരോ വാക്കുകളും ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോവാം. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഒരു വാക്ക് കേൾക്കുമ്പോൾ പറയുന്ന ആളെക്കാളും നമുക്ക് മനസ്സിലാവും. മനസ്സിലായോ? എ പെർസീവർ, പെർസീവർ എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർ. ദ പെർസീവർ പെർസീവ്സ് ദ വേ ദ പെർസീവർ വാണ്ട് ടു പെർസീവ്, നോ, ആൻഡ് നോട്ട് ദ വേ ദ സ്പീക്കർ വാണ്ട് ദ പെർസീവർ ടു പെർസീവ് എന്ന്. ഞാൻ വിചാരിക്കുന്നത് പോലല്ല നിങ്ങൾ വിചാരിക്കുക. നിങ്ങളുടെ മനസ്സിൽ എന്താണോ വിചാരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ. കൺസ്ട്രക്ഷൻ ആണ് നോളജ്. സോ വൺസ് യു ഡോണ്ട് ഹാവ് ബേസ്, യു ഡോണ്ട് ഗെറ്റ് ഇറ്റ്. ബേസിക്കലി മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇതിനൊക്കെ ബേസ് വേണം. ഹിസ്റ്ററി പഠിക്കാനൊന്നും വേണ്ട. ഇനി മാത്സിൽ ബെസ്റ്റ് ആണ്, ഹിസ്റ്ററി മോശം വിചാരിക്കുക. ഐ ക്യാൻ കൺവേർട്ട് ദാറ്റ് ഇൻ ടു ഹിസ്റ്ററി ആൻഡ് ലേൺ. ഇപ്പൊ ചില കുട്ടികൾ they couldn't get good marks. കെമിസ്ട്രി പഠിക്കണം എന്നായിരുന്നു താല്പര്യം, കിട്ടിയില്ല, ഹിസ്റ്ററിയെ കിട്ടിയുള്ളൂ എന്ന് പറയും. ഡോണ്ട് വറി, നൗ ലേൺ ദ ഹിസ്റ്ററി ഓഫ് കെമിസ്ട്രി. ഹിസ്റ്ററി ഓഫ് കെമിസ്ട്രി പഠിച്ചാൽ തന്നെ പോരെ? യു ലേൺ മോർ ദാൻ ദ കെമിസ്റ്റ്. കെമിസ്റ്റിനെക്കാളും നന്നായിട്ട് അറിയാൻ പറ്റും. ഓട്ടെ, നമ്മൾ സിനിമ ഇഷ്ടമെന്ന് പറയുമ്പോൾ സിനിമയുടെ നടന്മാരെയും ഒക്കെ അറിയും. എൻ്റെ ഒരു ബുക്കുണ്ട്, മേക്കേഴ്സ് ഓഫ് ഇന്ത്യ എന്നാണ് ബുക്കിന്റെ പേര്. മേക്കേഴ്സ് ഓഫ് ഇന്ത്യ കൂടെ എഴുതിയതാണ്. വി ബോത്ത് റോട്ട് ടുഗദർ. സിവിൽ സർവീസ് പ്രിലിംസ് ഹാൻഡ് ബുക്ക്, വി ബോത്ത് റോട്ട് ടുഗദർ. IAS എഡ്ജ്, വി റോട്ട് ടുഗദർ. നമ്മൾ മേക്കേഴ്സ് ഓഫ് ഇന്ത്യയിൽ ചെയ്തിട്ടുള്ളത്, എനിക്ക് ഫിലിം ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഫിലിമിൽ ഒരു 10 ആളുടെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റണം. എനിക്ക് ഫിലിം ഇഷ്ടമാണ്. അപ്പോൾ ഉടനെ ചോദിക്കാം, ഏത് ഡയറക്ടറെയാണ് ഇഷ്ടം? ഓ, മിക്ക ഡയറക്ടർമാരെ ഇഷ്ടമാണ്, പക്ഷേ അരവിന്ദന്റെ അതിഥികൾ നല്ല സിനിമയാണ്, മോഹനെയാണ് എനിക്കിഷ്ടം. ഓക്കെ, ഇന്ന സിനിമയാണ് ഇഷ്ടം, ഇന്ന നടനെയാണ് ഇഷ്ടം. അങ്ങനെ പറയുമ്പോൾ ഐ ഹാവ് അനലൈസ്ഡ് ഇറ്റ്. ഗോട്ട് ഇറ്റ്? അങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു സിനിമയുടെ പേര് വന്നു, പിങ്ക് എന്നാണ് സിനിമയുടെ പേര്. എന്താണ്? പിങ്ക് കളറാണ്. അമിതാഭ് ബച്ചൻ്റെ ഒരു സിനിമയാണ്. ഗോട്ട് ഇറ്റ്? പിങ്ക് സിനിമ വന്നപ്പോൾ തന്നെ നിങ്ങളൊക്കെ ആ സിനിമ കാണുകയുള്ളൂ. ഞാൻ അങ്ങനല്ല. എന്തുകൊണ്ട് പിങ്ക് എന്ന് പേരിട്ടു? വൈ? ആക്ച്വലി ആ ഫിലിം ഫീമെയിൽസിനെതിരെ നടക്കുന്ന ഒരു അതിന് പ്രത്യേകിച്ച് റീസൺ ഇല്ലാതെ അറിയില്ലെങ്കിൽ ഇല്ല എന്ന് പറയരുത്. പിങ്ക് എന്ന കളറ് മൊബൈൽ ഉണ്ടോ കയ്യിൽ? പിങ്ക് എന്ന കളർ അടിച്ചിട്ട് RGB നമ്പർ അടിച്ചു നോക്ക്. പിങ്ക് RGB. എല്ലാ കളറും ഉണ്ടാക്കുന്നത് പ്രൈമറി കളറായ 3 കളർ മിക്സ് ചെയ്തിട്ടാണ്. ഏതൊക്കെ കളറാ? റെഡ്, ബ്ലൂ, ഗ്രീൻ. അപ്പൊ പിങ്ക് എന്ന് കേൾക്കുമ്പോൾ സയൻസ് പഠിച്ച ഒരാൾ എന്ത് ചെയ്യണം? റെഡ് എത്ര ആഡ് ചെയ്തിട്ടുണ്ട്, ഗ്രീൻ എത്ര ആഡ് ചെയ്തിട്ടുണ്ട്, ബ്ലൂ എത്ര ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോ ഈ പെയിന്റ് വെക്കുന്ന ഷോപ്പിൽ പോയാൽ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും അയാൾ ഉടനെ തന്നെ ഉണ്ടാക്കി തരും. അതെങ്ങനെ ഉണ്ടാക്കണേ? ഈ പരിപാടി. ഇങ്ങോട്ട് വാ, വരൂ 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 വരൂ. എത്രയാ പിങ്കിന്റെ നമ്പർ? RGB കളർ കോഡ്. കളർ കോഡ് 255 192 192 203. ആറും ജിയും ബിയും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. അല്ല, ഏറ്റവും കൂടുതൽ ഏതാ മിക്സ് ചെയ്തത്? 255 ആണ്. ആറും ജിയും ബിയും ഫുൾ ആയാൽ വൈറ്റ് ആവും. അതിൽ മറ്റ് ഗ്രീനും ബ്ലൂനും കുറച്ചിട്ട് റെഡ് മാത്രം കൂട്ടി. എന്നുവെച്ചാൽ വൈറ്റിന്റെ കൂടെ ഏത് കൂട്ടി? റെഡ് കൂട്ടി. വൈറ്റ് എന്തിന്റെ സിമ്പലാ? സമാധാനത്തിന്റെ. റെഡ് എന്തിന്റെ സിമ്പലാ? ഡേഞ്ചറിന്റെ. സമാധാനമാണ് ഡേഞ്ചറുമാണ്.
എല്ലാ ഫീമെയിലും സമാധാനികളുമാണ്, സെയിം ടൈം ഡേഞ്ചറുമാണ്. അതുകൊണ്ടാണ് പിങ്ക് കളർ കൊടുത്തത്. അതിന് ഫിലോസഫി ഉണ്ട്, അതിന് സയൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് കളറാണ്, ഇപ്പൊ യെല്ലോ ആണ് വേണ്ടതെന്ന് വിചാരിക്കും. നിങ്ങൾ സാധാരണ മൈക്രോസോഫ്റ്റിലോ PPT ഉണ്ടാക്കുമ്പോഴോ ഒക്കെ കളർ വേണം. അതിനകത്ത് ചൂസ് ദ കളർ, അത് കഴിഞ്ഞ് പൈലറ്റ് എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ പോയിട്ട് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതിനകത്ത് ഡിജിറ്റലി 3 കളർ നിങ്ങൾക്ക് ഫീഡ് ചെയ്യാം. 255 255 255 എന്നിട്ട് വൈറ്റ് വരും, 000 എന്നിട്ട് ബ്ലാക്ക് വരും. ഓക്കെ, റെഡ് മാത്രം വേണമെങ്കിൽ 255 00. യെല്ലോ വേണമെങ്കിൽ എന്ത് മിക്സ് ചെയ്യണം, ഏതൊക്കെ കളറാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്രീനും, നോക്ക് ഇന്ന് പോയിട്ട് അത് എക്സ്പെരിമെന്റ് ചെയ്യും. ഇനി നിങ്ങളുടെ ഈ ഒരു കളർ കൊടുത്തിട്ട് ഇതിന്റെ RGB എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ സ്കാനർ അവൈലബിൾ ആണ്. ഗോ ഹെഡ്, ഗുഡ്. ഓക്കെ, അപ്പോ ആ സിനിമ കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആ സിനിമയുടെ ടൈറ്റിൽ വെച്ച് അതിനൊരു റിവ്യൂ എഴുതും. ഇതാണ് അതിന്റെ കഥ, ഇതാണ് അതിന്റെ കാര്യം. എത്ര ചിന്തിച്ചിട്ടാണ് ഒരു സിനിമക്കാരൻ പേര് പോലും ഇടേണ്ടത് ആലോചിച്ച് നോക്കും. ക്രിയേറ്റീവ് ആവണ്ടേ? അങ്ങനെ ക്രിയേറ്റീവ് ആവുകയാണ്. അതിൽ സയൻസ് മിക്സ് ചെയ്യലാണ് നമ്മുടെയൊക്കെ കഴിവ്. ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു വാക്ക് നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കാരണം നിങ്ങളുടെ ചെവിയിലൊന്നും കയറില്ല. ഇന്നലെ ഞാൻ പറഞ്ഞ കവിത എഴുതും, പക്ഷെ അതിൽ ബയോളജി ഒക്കെ കൂട്ടിയിട്ട് എഴുതാം. നല്ല ക്യൂരിയസ് സ്റ്റുഡൻറ് ഉടനെ ചോദിക്കാം, വിച്ച് ഈസ് വൺ പോയട്രി വിച്ച് വരട്ടെ. അങ്ങനെ ഒരു ചോദ്യവും നിങ്ങൾക്കില്ലല്ലോ, കാരണം ഇതിലൊന്നും പോകുന്നില്ല. നിങ്ങളുടെ കുഴപ്പമില്ല എങ്കിൽ, കാരണം ക്ലാസ് ഇങ്ങനെ അങ്ങോട്ട് പോയി. അതാണ് നിങ്ങൾക്ക് ആവശ്യവും. യു ഷുഡ് ഹാവ് ദി എബിലിറ്റി ടു റിഫ്ലക്ട്. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ നിൽക്കുമ്പോൾ നേരെ മുമ്പിൽ തിരിച്ചു പോകുന്ന പ്രതിബിംബത്തെയാണ് പറയാം, അല്ലേ? മനം എന്ന് പറഞ്ഞാൽ മനസ്സ്. മനം ദർപ്പണ സമാനം എന്നാണ്. മനസ്സിൽ ഉടനെ ദർപ്പണമായിട്ട് വരണം. നിങ്ങളുടെ കണ്ണാടിയൊന്നും ദർപ്പണമല്ല ഇപ്പം, കാരണം കംപ്ലീറ്റ് പൊടി പിടിച്ച് കിടക്കാം. ദാറ്റ് ഹാസ് ടു ബി ക്ലീൻഡ്. ആ ക്ലീൻ ചെയ്യുമ്പോൾ ഓരോ സംഭവത്തിനും നമ്മൾ റിഫ്ലക്ട് ചെയ്യും. സോ സ്റ്റാർട്ട് റിഫ്ലക്റ്റിംഗ് ഓൺ ഓൾ ദ വേർഡ്സ്. വിഷ്വലൈസ് ചെയ്യണം. ഏറ്റവും നല്ല കഴിവ് വിഷ്വലൈസ് ചെയ്യലാണ്. മാത്സ് ഇഷ്ടമാണോ? കുഴപ്പമില്ല, എല്ലാരും പറയുന്ന സംഭവമാണ്, കുഴപ്പമില്ല. So ask me. ബ്ലൂയിഷ് ആണ് അവർ. ബ്ലൂവിന്റെ ഗുണം എന്താ? ദേ മിക്സ് വൈറ്റ് മച്ച് ബെറ്റർ. നമ്മൾ ബ്ലൂ മുക്കിയിട്ടാണ് വൈറ്റ് നല്ലോണം ആക്കുക. അപ്പൊ നമുക്ക് എല്ലാത്തിനെയും നന്നാക്കാൻ പറ്റും. വേണം, യു ക്യാൻ ട്രാൻസ്ഫോം തിങ്സ്. പോയാല ഏറ്റവും ഹാർഡായിട്ട് എടുത്ത സ്റ്റെപ്പ്? ഹാർഡായിട്ട് ഒന്നും ഹാർഡായിട്ട് എടുത്തില്ല, ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ട് എടുക്കുന്നതാണ്. എൻ്റെ ലൈഫ് ഫിലോസഫി എന്ന് പറയുന്നത് ഫ്ലോ ലൈക്ക് എ റിവർ. എൻ്റെ ബുക്കുണ്ട്, ലൈഫ് മെയ്ഡ് സിമ്പിൾ എന്നാണ് ബുക്കിന്റെ പേര്. എൻ്റെ ബാക്ക് കവറിൽ ഫിലോസഫി ഓഫ് ഡോക്ടർ TPS. നിങ്ങൾ ChatGPT പോയിട്ട് ചോദിച്ചു നോക്കാം, വാട്ട് ഈസ് ദ ഫിലോസഫി ഓഫ് ഡോക്ടർ TPS? ലൈഫ് മെയ്ഡ് സിമ്പിൾ ബുക്സ് ഓഫ് ഡോക്ടർ TPS അടിക്കാം. അപ്പൊ ഫിലോസഫി ഓഫ് ഡോക്ടർ TPS വരുന്നത് ഫ്ലോ ലൈക്ക് എ റിവർ ആൻഡ് ഗ്രോ ലൈക്ക് എ ട്രീ എന്നാണ്. എന്താ ഫ്ലോ ലൈക്ക് എ റിവർ എന്ന് പറഞ്ഞാല്? എവിടെയാണോ ഗ്രാവിറ്റി അവിടത്തേക്ക് ഒഴുകുക. ഗ്രോ ലൈക്ക് എ ട്രീ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാന്ന് വിചാരിക്കുക, ഫ്ലെക്സിബിളേ അല്ല. നല്ല കാറ്റും മഴയും വന്നാൽ ഒടിഞ്ഞു പോകും. ഫ്ലെക്സിബിൾ ആണെങ്കിലോ താഴെ വീഴും, പെട്ടെന്ന് വീഴും. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും രണ്ടാമത് എഴുന്നേറ്റ്. യു അണ്ടർസ്റ്റുഡ്? ദാറ്റ് ഈസ് ഹൗ ലൈഫ്. ഐ എം നോട്ട് വെരി. ഇപ്പം ഇൻഡിഗോ സമരത്തിലായിരുന്നു ഞാൻ ഉടുപ്പിയിലെ പ്രിൻസിപ്പൽമാരുടെ മീറ്റിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ. എല്ലാ CBSE സ്കൂളിൻ്റെയും പ്രിൻസിപ്പൽമാരെയും കർണാടകയിലുള്ള അവരുടെ ഗെറ്റ് ടുഗദർ നടന്നത് ഉടുപ്പിയിലാണ്. അവിടെ ക്ലാസ് എടുക്കാൻ പോയി. ഇൻഡിഗോ സമരം 2 ദിവസം പണിയൊന്നുമില്ല. എന്ത് ചെയ്യും? അപ്പോഴാണ് അരവിന്ദന്റെ അതിഥികൾ ഓർമ്മ വന്നത്. നേരെ കൂടെ ജാത്രി പോയി. ഓക്കെ,
അപ്പോൾ ഏത് സമയമാണോ നമുക്കൊരു സ്ഥലത്ത് പോകാൻ പറ്റുന്നത് യൂസ് ഇറ്റ് ബെറ്റർ, ഫ്ലെക്സിബിൾ ആവും. റോക്കറ്റ് എന്ന് പറയുന്ന സംഭവത്തിൽ അതിന്റെ കുറേ ഭാഗമുണ്ട്. ഒന്നെന്താണ്, റോക്കറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പൊ ഇതാണ് റോക്കറ്റ് എങ്കിൽ റോക്കറ്റിന്റെ ഒരു കവർ ഉണ്ടാവും അല്ലേ? അത് അലുമിനിയം ഫാബ്രിക് ആണ്, അലുമിനിയം കോമ്പൗണ്ട്സ്. അതുണ്ടാക്കണത് ISRO-ലല്ല, അതുണ്ടാക്കുന്നത് ഹൈദരാബാദിലൊരു കമ്പനിയാണ്. ഐ ഹവ് ഗോൺ ടു ദറ്റ് പ്ലേസ്. കുറേ 10-20 കൊല്ലം മുമ്പ് അവിടെയൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം ഈ റൂമിന്റെ ഈ ലെങ്ത്തുള്ള അത്രയും റേഡിയസ് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഈ ബിൽഡിങ്ങിന്റെ ഇടയിലുള്ള സ്ഥലത്ത് വെക്കാൻ പറ്റുന്ന അത്രയും വലിയൊരു സിലിണ്ടർ. എത്ര ഹൈറ്റ് ഉണ്ടാവും? ഒരു 20 ഫ്ലോറിന്റെ ഹൈറ്റ്. ഇത് 3 മീറ്ററാണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്റെ ഈ ഫിംഗർ ടിപ്പ് മുതൽ ഈ ഷോൾഡർ വരെ. നമ്മൾ തുണി എടുക്കാനൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ മെഷർ ചെയ്തിട്ട് പറയും 5 മീറ്റർ കട്ട് ചെയ്തോളാം പറയും. ദിസ് ഈസ് മൈ മെഷർ. ഇത് 3 മീറ്ററാണ്. സാധാരണ ഫ്ലോറ് ഫാൾസ് ഫ്ലോർ ഇല്ലെങ്കിൽ 3 മീറ്റർ ആയി, ഫാൾസ് റൂഫ് ഇല്ലെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള 20 എന്ന് വെച്ചാൽ 20 ഫ്ലോറുകൾ, 60 ഫീറ്റ്. അവിടെ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജുകളാണ്. ആ ഓരോ സ്റ്റേജിലും ഉപയോഗിക്കുന്ന ഫ്യൂവൽ വിൽ ബി ഡിഫറെന്റ്. ഒരു ഫ്യൂവൽ എന്ന് പറയുന്നത് പതുക്കെ കത്തിയാൽ മതി എന്നുണ്ടെങ്കിൽ സോളിഡ്, പെട്ടെന്ന് കത്തണമെങ്കിൽ ലിക്വിഡ്. സോളിഡും ലിക്വിഡും മിക്സ് ചെയ്തിട്ട് തന്നെ പോറസ് എന്നാ പറയാ. പിന്നെ ഗ്യാസ്. ഫൈൻ. അങ്ങനെ 3 ഡിഫറെന്റ് സ്റ്റേജും അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒറ്റ സ്റ്റേജ് മതി. ഇതാണ് അതിലുള്ള ഉപയോഗിക്കുന്ന ഫ്യൂവൽ. അപ്പൊ നമ്മൾ ആ ഫ്യൂവലൊക്കെ നിറച്ചു വെച്ച സമയത്ത് കാണാൻ പോകുന്ന സമയത്ത് ഈ കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് പോകണം. കാരണം നമ്മുടെ വിയർപ്പിന്റെ ഒരു തുള്ളി വീണാൽ ചിലപ്പോൾ അത് ബ്ലാസ്റ്റ് ആയി പോകും. അത്രയും ഫ്ലെയിമബിൾ ആണ്, പെട്ടെന്ന് കത്തും, ഹൈലി ഇൻഫ്ലെയിമബിൾ ആണ്. മനസ്സിലായോ? അപ്പോൾ മിക്സ് ആണ് ഉപയോഗിക്കുക സാധാരണയായിട്ട്. പിന്നെ ബൂസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നതൊക്കെ, റോക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ സാധനം മാത്രമല്ല, സൈഡിൽ ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന കൺട്രോളേഴ്സ് ബൂസ്റ്റർ വേറെ ഉണ്ടാവും. അതിൻ്റെയൊക്കെ മുകളിൽ ടോപ്പിൽ നമ്മുടെ ക്യാമറ, സോളാർ സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ടാവും. ഒക്കെ ഫോൾഡ് ചെയ്ത് നിറച്ചു വെക്കുക. ഈ ഭാഗമായി ഇതൊക്കെ റോക്കറ്റാണ്. അപ്പോൾ ഇത് 80 ഫീറ്റ് ആണ്. എങ്ങനെയാണ് അതിൻ്റെ മുകളിൽ വെക്കുക? ഇതേപോലെ ബിൽഡിംഗ് ഉണ്ടാവും, അത്രയും ഹൈറ്റ് ഉള്ളത്. അതിൻ്റെ സെൻട്രലാണ് റോക്കറ്റ്. ചുറ്റും ആൾക്കാർ വർക്ക് ചെയ്ത് ഇതൊക്കെ ഫില്ല് ചെയ്ത് കണക്ഷനൊക്കെ കൊടുത്ത് ഇതൊക്കെ റെഡിയാക്കി. ഇത് പോകുന്ന സമയത്ത് എന്ത് പറ്റും ബിൽഡിങ്ങിന്? അതുകൊണ്ട് ഇതൊക്കെ റെഡിയായി കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു റെയിലാണ്. ആ ബിൽഡിംഗ് ഫുൾ അവിടുന്ന് ഒരു 6 കിലോമീറ്റർ ദൂരെ കൊണ്ടുപോകും, എന്നിട്ട് ഫയർ ചെയ്യും. ഇതിന്റെ താഴെ കംപ്ലീറ്റ് വലിയ ടാങ്കാണ് വെള്ളം, കാരണം ആ ഭൂമി കരിഞ്ഞു പോകാണ്ടിരിക്കാൻ. ഓക്കെ, അതാണ് ഒരു കാലത്തുണ്ടായിരുന്ന നമ്മുടെ ശ്രീഹരിക്കോട്ടയിലെ ലോഞ്ചിങ് സ്റ്റേഷൻ. ദാറ്റ്സ് കോൾഡ് വെർട്ടിക്കൽ ലോഞ്ചിങ്. പിന്നെ ഇതിനേക്കാളും എളുപ്പം, കാരണം ഈ ബിൽഡിങ് ഫുൾ, ഇത്രയും വലിയ ബിൽഡിങ് കാറ്റും മഴയൊക്കെ വരുമ്പോഴൊക്കെ ചിലപ്പോൾ ഊന്ന് അടിച്ചു പോകും. കാരണം റെയിലിന്റെ മുകളിലാണ്, അത്ര സ്ട്രോങ് അല്ല. അപ്പൊ എന്ത് ചെയ്തു? അത് വർക്ക് ചെയ്യുന്നുണ്ട്. പാരലലി അനദർ ലോഞ്ച് പാഡ്. ഇപ്പൊ കുറെ ലോഞ്ച് നടക്കുന്നുണ്ട്. ഹൊറിസോണ്ടൽ ലോഞ്ച് ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിഫ്റ്റഡ് അപ്പ് ആൻഡ് ലോഞ്ച്. അതാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. 2 ലോഞ്ച് പാഡുകൾ. ഈ റോക്കറ്റ് സ്പേസിലോട്ട് ഇടും, അതിങ്ങോട്ട് സിലിണ്ടറൊക്കെ ഡിസ്പോസ് ചെയ്യും. അപ്പൊ അത് ഭൂമിയിൽ വീഴും, പക്ഷെ കരയിൽ വീഴില്ല. ഭൂമി എന്ന് പറഞ്ഞാൽ കര മാത്രമല്ലല്ലോ, കടലും ഇല്ല. അപ്പോൾ ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ആ ട്രജക്ടറി പാത്തിൽ
ഒരു ഷിപ്പോ ഒന്നും പോവാതെ മിക്കവാറും കടലിൽ പോവാൻ വേണ്ടിയിട്ടാണ് ശ്രീഹരിക്കോട്ടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നായിട്ട് പോകുന്ന സമയത്ത് സൗത്തിലേക്കാ പോവാം, കാരണം വി ആർ ഓൺ ദ സദേൺ ഹെമിസ്ഫിയർ. അപ്പൊ സൗത്തിലേക്ക് പോകുന്ന സമയത്ത് അത് വീഴുന്നത് കേരളത്തിലൊന്നും വീഴാണ്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കരയിൽ കൊണ്ടുവക്കണം. സോ വൺ ഓഫ് ദ ബെസ്റ്റ് ലൊക്കേഷൻ ഫോർ ലോഞ്ചിങ് ഈസ് ശ്രീഹരിക്കോട്ട, ബിക്കോസ് അവിടുന്ന് പോയി കഴിഞ്ഞാൽ സൗത്തിലേക്ക് പോയാൽ കുറേ ഭാഗം കടൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുപോലെ അതെങ്ങനെ ലോഞ്ച് ചെയ്യണത്? ഈ ഒരു സാധനം എനിക്ക് ഫാനിലേക്ക് ഹിറ്റ് ചെയ്യണം, ഇങ്ങനെ എറിയാൻ കുറെ ഫോഴ്സ് വേണം. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ എറിയും. ഒരു എയർക്രാഫ്റ്റും ഹെലികോപ്റ്റർ ഒഴികെ ഒരു എയർക്രാഫ്റ്റും ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാറില്ല. ട്രജക്ടൈൽ മോഷനാണ്, നിങ്ങൾ പഠിച്ചില്ലേ ട്രജക്ടൈൽ മോഷൻ? അപ്പോൾ ഇതിപ്പോ ചാലക്കുടിയാണ്, ഞാൻ ഇവിടുന്ന് കുറച്ച് പിന്നെ ഫോഴ്സ് ഉപയോഗിച്ചെറിഞ്ഞാൽ ഈ ബിൽഡിങ്ങിന്റെ അപ്പുറത്ത് പോയിട്ട് വീഴും. കുറച്ചുകൂടി ഫോഴ്സ് ഉപയോഗിച്ചാൽ അങ്കമാലി വരെ പോകും. ഇനിയും ഫോഴ്സ് ഉപയോഗിച്ചാൽ എറണാകുളം വരെ പോകും. പിന്നെയും ഫോഴ്സ് ഉപയോഗിച്ചാൽ തിരുവനന്തപുരം വരെ പോകും. അണ്ടർസ്റ്റുഡ്? പിന്നെയും ഫോഴ്സ് ഉപയോഗിച്ചാൽ ഓസ്ട്രേലിയയിൽ പോയിട്ട് വീഴും. ശ്രീലങ്കയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോകും. പിന്നെയും ഫോഴ്സ് ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും? അന്റാർട്ടിക്കയിൽ പോയി. അവിടുന്ന് ഫോഴ്സ് ഉപയോഗിച്ച് അവിടെ പോകും, ഭൂമിയുടെ പുറത്തേക്ക് പോകും. മനസ്സിലാവുണ്ടോ? അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഭൂമിയെ കറങ്ങാൻ മാത്രമേ അതിന് മാർഗൂ. സോ ദാറ്റ് ഈസ് ഹൗ ദ ലോഞ്ചിങ് ഈസ് ഡൺ. അപ്പൊ ഈ എറിയുന്ന സമയത്ത് ഭൂമിയുടെ പുറത്തേക്ക് എറിയാൻ വേണ്ടിയിട്ട് ഏത് പാത്തിലൂടെ പോയാലാണ് മിനിമം പ്രശ്നം ഉണ്ടാവുക നോക്കും. ഇപ്പൊ ഈ ശ്രീഹരിക്കോട്ട എന്ന് പറയുന്ന ഒരു ഐലൻഡാണ്, അവിടെ കുറെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്, ഇസ്രോ സയന്റിസ്റ്റുകൾ അടക്കം. അവരെന്ത് ചെയ്യും? ഈ ലോഞ്ചിങ് തുടങ്ങുന്ന സമയത്ത് അത്യാവശ്യമായിട്ട് ഇതിനാവശ്യമുള്ള ആൾക്കാർ ഒഴിച്ച് പബ്ലിക് ജനങ്ങളെ, കുറെ മുക്കുവന്മാരും കൃഷിക്കാരും ഒക്കെ ഉണ്ട് അവിടെ, അവരെയൊക്കെ അവിടുന്ന് പുറത്തേക്കാക്കും, വെക്കേറ്റ് ചെയ്യും, ആക്സിഡന്റ് ഒന്നും ഇല്ലാണ്ടിരിക്കും. സോ ഇറ്റ്സ് എ ബിഗ് പ്രോസസ്. നമ്മൾ ഉപയോഗിക്കുന്നത് ക്രയോജനിക് എന്ന് പറയുന്ന നൈട്രജൻ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ടോപ്പുള്ള പവർഫുൾ. ബാക്കിയൊക്കെ സോളിഡ് പ്രൊപ്പലന്റ് ആണ്, പിന്നെ ലിക്വിഡ് പ്രൊപ്പലന്റ് ആണ്. നമ്മൾ എത്ര ഹൈറ്റിൽ പോകണമെന്നനുസരിച്ചിട്ടാണ്. പിന്നെ എത്തിക്കഴിഞ്ഞാൽ 140 കിലോമീറ്റേഴ്സ് വരെ അറ്റ്മോസ്ഫിയർ ആണ്. അതിന് പുറത്തു പോയാൽ പിന്നെ ഇറ്റ് ഗോസ് അറൗണ്ട് ദ എർത്ത്. അത് 300 to 500 കിലോമീറ്റർ ഒക്കെ പോകുന്നത് ഈ വെയിറ്റ് അനുസരിച്ചിട്ടാണ്. വെയിറ്റ് കുറെ കൂടുതലാണെങ്കിൽ ഇറ്റ് വിൽ കം ഡൗൺ, വെയിറ്റ് കുറവാണെങ്കിൽ നോ, വെയിറ്റ് കൂടുതലാണെങ്കിൽ ഇറ്റ് ഗോസ് അപ്പ്, വെയിറ്റ് കുറവാണെങ്കിൽ ഇറ്റ് കംസ് ഡൗൺ. തിരിച്ചാണ്. ഇനി അതിലും കൂടുതൽ പോകണമെങ്കിൽ വി യൂസ് അഗെയിൻ ബൂസ്റ്റർ, അവിടുന്ന് അടുത്ത ഓർബിറ്റിലേക്ക്, അങ്ങനെ എസ്കേപ്പ് ഓർബിറ്റിൽ പോകും. അങ്ങനെ കുറേ സാറ്റലൈറ്റുകൾ ഓർബിറ്റ് ചെയ്യണ്ടാവും. ഈ ഓർബിറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റ് ഒക്കെ ജീവിക്കുന്നത് അതിലുള്ള സോളാർ പാനലിലുള്ള എനർജി ഉപയോഗിച്ചിട്ടാണ്. ബാറ്ററിക്ക് ഒരു ലൈഫ് ഉണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ബാറ്ററി കേടാവും. അപ്പം സാധാരണ നമ്മുടെ എല്ലാ സാറ്റലൈറ്റുകളും ഒരു 5 കൊല്ലം 7 കൊല്ലമൊക്കെ നിൽക്കും. 5 കൊല്ലം കഴിഞ്ഞാൽ സാറ്റലൈറ്റ് യൂസ്ഫുൾ അല്ലാണ്ടാവും, സിഗ്നൽ ഒന്നും പോവില്ല, പടം എടുത്താലൊന്നും ഇങ്ങോട്ട് അയക്കാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യും? അതിനെ കരിച്ചു കളയും. അതല്ലെങ്കിൽ അടുത്തു പോകുന്ന സാറ്റലൈറ്റോ അല്ലെങ്കിൽ ഡബ്രീസ് ആയിട്ട് മാറും. അപ്പൊ അതിനെങ്ങനെ കരിച്ചു കളയാം? അതിന്റെ ഹൈറ്റ് അനുസരിച്ചിട്ടാണ്, വെയിറ്റ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഒരു ഓർബിറ്റ് ഉണ്ടാവുന്നത്. ആ ഓർബിറ്റിൽ നിന്ന് കുറച്ച് മുകളിലേക്കോ താഴത്തേക്കോ കൊണ്ടുവന്നാൽ അതിന് ജീവനില്ലാണ്ട് കത്തിപ്പോകും. ഓക്കെ, അപ്പൊ അതിനെ ലിഫ്റ്റിംഗ് ഡൗൺ ഓർ അപ്പ് എന്ന് വെച്ചാൽ ത്രോ ഫ്രം ഇറ്റ്സ് ഓർബിറ്റ്, അതിന്റെ ഓർബിറ്റിൽ നിന്ന് വേറെ ഓർബിറ്റിലേക്ക് അതിനെ എടുത്തു കളയണം. ആ ഓർബിറ്റിന്റെ പേരാണ് ഗ്രേവ് യാർഡ് ഓർബിറ്റ്. ഇപ്പൊ സാറ്റലൈറ്റിനെ കത്തിച്ച് കളയുന്ന ഓർബിറ്റിന്റെ പേര് ഗ്രേവ് യാർഡ് ഓർബിറ്റ്. Come on, next. I'll sit here. അല്ലെങ്കിൽ you will not come. Yeah. യൂണിവേഴ്സ് എപ്പോഴും എക്സ്പാൻഡ് ആവണോ അതോ ക്രിയേറ്റ് ആവണോ? Universe is universe, so it ever expanding. യതമോഘം തദന്തരുക്തം ത്വയ. ഒരു സ്ഥലത്ത് നിന്ന് ഒരു പ്രാവശ്യം ഒരു സൗണ്ട് ഉണ്ടായാൽ ആ സൗണ്ട് എങ്ങനെയാണോ കുറെ സ്ഥലത്തേക്ക് പോകുന്നത്,
അതുപോലെ ഇറ്റ് കീപ്സ് ഓൺ മൂവിങ്, കീപ്സ് ഓൺ റോളിങ് അറൗണ്ട്. മിൽക്കി വേ ഗാലക്സിയും അങ്ങനെ കുറേ ഗാലക്സികളും കുറേ സ്റ്റാറുകളും കുറേ പ്ലാനറ്റുകളും കുറേ സൂര്യനും ഒക്കെ എവർ എക്സ്പാൻഡിങ് ആണ്. അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകുന്ന സമയത്ത് കോറിൽ ഉണ്ടാവുന്ന സൂര്യൻ്റെ പ്രകാശം പുറത്തുള്ളതിന് ചൂടധികമായിട്ട് തോന്നും. ബട്ട് ആഫ്റ്റർ സം ടൈം, ദാറ്റ് മീൻസ് ബില്യൺസ് ഓഫ് ഇയേഴ്സ്, ഇപ്പൊ ഭൂമി ഉണ്ടായിട്ട് 182 crores ഓഫ് ഇയേഴ്സ് ആയി, 198 crores ഓഫ് ഇയേഴ്സ് ആയി എന്നൊക്കെയാ പറയണത്. എർത്ത് ഇറ്റ് സെൽഫ് ഈസ് നോട്ട് എ സോളിഡ് പ്ലാനറ്റ്. നമ്മുടെ ഫുട്ബോൾ പോലെ സ്റ്റിച്ച് ചെയ്യാത്ത കുറേ പീസ് ചേർത്ത് വെച്ചതാണ് എർത്ത്. ആ പ്ലേറ്റുകൾ, അതിനൊക്കെയാ പ്ലേറ്റ് എന്ന് പറയാം. ആ പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടിൽറ്റ് ചെയ്യുമ്പോഴാണ് സുനാമി ഉണ്ടാവുന്നത്. കുറേ സ്ഥലത്ത് വെള്ളം താഴത്ത് പോകും, മറ്റേ സ്ഥലത്ത് വെള്ളം മുകളിലേക്ക് വരുന്നത്. അതിൽ വലിയ കടലുകളുടെയൊക്കെ ആഴം എന്ന് പറയുന്നത്, ഇപ്പൊ ഇന്നലെ ABC ചാനലില് പൈലറ്റ് ഉണ്ടായിരുന്നു കൂടെ ഇരുന്നു. അപ്പൊ അദ്ദേഹം വേറൊരാൾ ചോദിച്ച ചോദ്യം, ചില എയർക്രാഫ്റ്റുകളൊക്കെ വീണ് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റാണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വൈ ഈസ് ഇറ്റ് സോ എന്ന് ചോദിച്ചു. നമ്മുടെ കടലിനടിയിൽ, കടലിന് പുറത്തുള്ളതിനേക്കാളും വലിയ നദികളുണ്ട്. നമ്മൾ ഈ സുനാമി, ഇപ്പൊ വയനാട്ടിൽ സുനാമി വന്ന സമയത്ത് അവിടെ ഒരു എയർക്രാഫ്റ്റ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കും. കുറെ കഴിഞ്ഞ് എവിടെയാ തപ്പിയ കണ്ടുപിടിക്കാൻ പറ്റും? അടുത്ത കാലത്ത് കർണാടകയിൽ ഒരു ലോറി പോയില്ലേ, ഇവിടെ. അതുപോലെ കടലിനുള്ളിൽ ഒരു സാധനം വീണാൽ അവിടെ തപ്പിയാലൊന്നും കിട്ടില്ല, അത് വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. കാരണം കടലിനടിയിൽ തന്നെ കുറേ നദികളുണ്ട്. ഇറ്റ് ഫ്ലോസ് ബിലോ ദ ഗ്രൗണ്ട്. ഗുഡ്. ഇപ്പൊ ലൈവാണ് ഇത് പറയാൻ കാരണം, എർത്ത് ഇറ്റ് സെൽഫ് ഈസ് ലൈവ്. എർത്തിൽ നമ്മൾക്ക് കാണുന്നതിനേക്കാളും കൂടുതൽ കാണാൻ പറ്റാത്ത ലൈവായിട്ടുള്ള സ്ട്രീംസ് അടക്കമുണ്ട്. അതൊന്നും സ്റ്റിച്ച് ചെയ്ത് വെച്ചതോ ഒട്ടിച്ചു വെച്ചതോ അല്ല, അതൊക്കെ എവർ എക്സ്പാൻഡിങ് ആണ്. പാൻജിയ മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ട് പണ്ട് കാലത്ത് നമ്മുടെ ഒരു മാപ്പ് എടുക്കാം, മാപ്പ് എടുത്തിട്ട് ഓരോ ഭൂഖണ്ഡങ്ങളും അടുപ്പിച്ച് വെച്ചാൽ എല്ലാം കണക്ട് ചെയ്തതായിട്ട് നമുക്ക് തോന്നും. അപ്പൊ ഓസ്ട്രേലിയ കൊണ്ടുവന്നിട്ട് ഇന്ത്യയുടെ അടുത്ത് വെക്കുക, ആഫ്രിക്ക കൊണ്ടുവന്നിട്ട് വെക്കുക, അമേരിക്ക ആ സൈഡിൽ നിന്ന് കൊണ്ടുവന്ന് വെക്കുക, എല്ലാം കൂടി വെച്ച് കഴിഞ്ഞാൽ യു വിൽ സീ ഇറ്റ്സ് ഓൾ വൺ ഐലൻഡ്. ആ ഐലൻഡ് ഇങ്ങനെ പോയതാണ് ഇപ്പോൾ ഓരോ ലെയേഴ്സ് ആയിട്ട് കാണുന്ന യൂറോപ്യൻ പ്ലേറ്റ്, ഇന്ത്യൻ പ്ലേറ്റ്, യുറേഷ്യൻ പ്ലേറ്റ്. ആ ഇന്ത്യൻ പ്ലേറ്റ് പോയിട്ട് യുറേഷ്യൻ പ്ലേറ്റിനെ ഇടിക്കുമ്പോഴാണ് ഹിമാലയം ഉണ്ടാവുന്നത്. ഹിമാലയത്തിന്റെ ഹൈറ്റ് കൂടുന്നുണ്ട്. നമ്മൾ പറയുന്ന ഈ ആംഗിൾ പോലും ഡിഫറെന്റ് ആണ്. നമ്മളിപ്പോ നോർത്ത് എന്ന് പറയുന്നില്ലേ, ചില വാസ്തുക്കാരൊക്കെ പറയുന്നില്ല നിങ്ങളുടെ വീട് കിഴക്ക് നോക്കണം, അയാളോട് ചോദിക്കുക ഏതാ കിഴക്കെന്ന്. നിങ്ങൾ മാഗ്നറ്റ് ഉപയോഗിച്ച് കാണുന്ന കിഴക്ക് വേറെയാണ്. സൂര്യൻ നിങ്ങൾക്കറിയാലോ, ദ സൺ മൂവ്സ് 23.5 ഡിഗ്രി അപ്പ് ആൻഡ് ഡൗൺ. അപ്പൊ നമ്മുടെ കിഴക്ക് എത്ര ഡിഗ്രി മാറുന്നുണ്ട്? 46 ഡിഗ്രി മാറുന്നുണ്ട്, 47 ഡിഗ്രി. അപ്പൊ എക്സാക്ട് പിന്നെ ഈസ്റ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് ഈസ്റ്റ് ആണെന്ന് പറയുന്നത് എന്താ അർത്ഥം? വൺ ഈസ്റ്റ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഈസ്റ്റ്, അനദർ ഈസ്റ്റ് ഈസ് കോൾഡ് ട്രൂ ഈസ്റ്റ്. സണ്ണിനനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. അനദർ ഈസ്റ്റ് ഈസ് കോൾഡ് ഈസ്റ്റ് വിത്ത് ദ സ്റ്റാർ. ആ സ്റ്റാറും പെർമനന്റ് അല്ല. ഇപ്പൊ ഈ ചോദിച്ച ചോദ്യത്തിൽ സ്റ്റാറും മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ഏതാ നമ്മുടെ ഈസ്റ്റ്? ഒക്കെ റിലേറ്റീവാണ്. നമ്മൾ പണ്ട് നോർത്ത് പോളും സൗത്ത് പോളും ആയിരുന്ന ഇന്ത്യയുടെ നമ്മൾ പറയാറുണ്ടല്ലോ, നോർത്ത് പോൾ ഇത്, സൗത്ത് പോൾ ഇത്. അത് 200 മില്യൺ ഇയേഴ്സിന് മുമ്പ് റിവേഴ്സ് ആയി. അങ്ങനെ എർത്ത് റിവേഴ്സ് ചെയ്തപ്പോ മാറിപ്പോയ ഒരു സ്ഥലമുണ്ട്. ഒമാനിലെ സലാല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ചെറിയൊരു മലയുണ്ട്. ആ മലയുടെ മുകളിൽ നമ്മൾ വണ്ടി വെച്ചാൽ സാധാരണ താഴത്തോട്ടല്ലേ പോകേണ്ടത്, അതിന് പകരം മുകളിലേക്ക് പോകും, ഹൈറ്റ് കയറും. കാരണം അതിൻ്റെ ടോപ്പിലായിരുന്നു പണ്ട് ഈ റിവേഴ്സ് ചെയ്ത സമയത്ത് മാഗ്നറ്റിസം ഭൂമി മറന്നുപോയി. ഫോർഗെറ്റ്ഫുൾനെസ് ഓഫ് എർത്ത് എന്നാ പറയുക. അത് തിരിച്ചു വെക്കാൻ മറന്നുപോയി. അപ്പൊ അവിടെ മാഗ്നറ്റ് കൂടുതലാണ്. അപ്പൊ ഏത് അയൺ സാധനവും പോയാൽ അതിനെ അട്രാക്ട് ചെയ്യും. അത് മലയുടെ മുകളിലായതുകൊണ്ട് വണ്ടിയൊക്കെ ഇങ്ങനെ
ഓഫ് ചെയ്താലും മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോ. ഐ ഹാവ് ഗോൺ ടു സച്ച് പ്ലേസസ്. ഇത് തന്നെ കാണിക്കുന്നത് നോർത്ത് പോളും സൗത്ത് പോളും ഒക്കെ തിരിഞ്ഞു പോവാറുണ്ട് എന്നാണ്. ബർമഡ ട്രയാങ്കിളും ഏകദേശം ഇതേപോലൊരു പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഈ ISS ആസ്ട്രോനോട്ട്സ് എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാറ്? ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അവിടെ എന്താ നടക്കുന്നത്? റീസെർച്ച് എക്സ്പെരിമെന്റ്സ്. എന്ത് റിസർച്ചാ നടക്കുന്നത്? മാർഷ്യൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടോ? അവിടെ എന്തും നടക്കാം. എന്തും നടക്കാന്ന് പറഞ്ഞാല് ആ അറ്റ്മോസ്ഫിയറിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ സാധാരണഗതിയിൽ നമുക്കൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇവിടെ നിന്ന് മാറിയിട്ട് അമേരിക്കയിൽ എത്തുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ മാറ്റം, പ്രഷർ മാറ്റം, അവരുടെ ഗ്രോത്ത് മാറ്റം. ആൾക്കാരെ കണ്ടാൽ മനസ്സിലാവും നമ്മൾ, ഓ ഇയാൾ അമേരിക്കക്കാരനാണ്, യൂറോപ്പാരൻ. എങ്ങനെ മനസ്സിലാവണേ? അതിന്റെ പ്രകൃതി കണ്ടാൽ മനസ്സിലാവും അല്ലേ? ഇപ്പൊ നിങ്ങൾ സ്പേസിലൊന്നും പോണ്ട, അതിനേക്കാളും തൊട്ടടുത്ത സ്ഥലം ഇവിടുന്ന് കൊച്ചിയിൽ പോയി കഴിഞ്ഞാൽ സബ്മറൈൻസ് ഉണ്ട്. സബ്മറൈൻ എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ക്ലാസ് മുറിയുടെ വലുപ്പത്തിലുള്ളൊരു താമസിക്കാൻ പറ്റുന്ന ഒരു ഹോട്ടൽ പോലെയാന്ന് വിചാരിക്കാം. അതിൻ്റെ ഒരു ഡോർ തുറന്നാൽ ഒരു വരാന്തയിലെത്തും. അതും കവർ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം നേരെ തുറന്നാൽ കടലിൽ പോകാൻ പാടില്ല. അത് അടച്ചു കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു ഡോറും കൂടി തുറന്നാൽ, മൂന്നാമതൊരു ഡോർ തുറന്നാൽ നിങ്ങൾ കടലിലേക്ക് എത്തും. അതാണ് താഴ്ത്തിട്ടിരിക്കുന്ന ഒരു ബുള്ളറ്റ് പോലെയുള്ള സബ്മറൈൻ. അവിടത്തേക്ക് ഒരാളെ അയച്ചിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞ് അയാൾ തിരിച്ചു വരുമ്പോൾ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് അയാളുടെ പ്രഷറും ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയി. അയാളുടെ ശരീരത്തിൻ്റെ കെമിസ്ട്രി ആകെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്പേസ് സ്റ്റേഷനിൽ പോയിട്ട് ഓരോ ജീവികൾക്ക്, ഓരോ മനുഷ്യന്മാർക്കും, ബാക്കിയുള്ള ചെടികൾക്കും കെമിസ്ട്രിയിലൊക്കെ എന്തൊക്കെയാ മാറ്റം ഉണ്ടാവും. ഇപ്പം നമ്മളിവിടെ ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ട് H2O വെള്ളമാവുമെങ്കിൽ അതേപോലെ എക്സ്പെരിമെന്റ് അവിടെ നടത്തിയാൽ ആവുമോ? ഇത്തരം കുറേ ചോദ്യങ്ങൾ. അപ്പോൾ അത് കെമിസ്ട്രി ആവാം, ഫിസിക്സ് ആവാം, ബയോളജി ആവാം. ഇതൊക്കെ എക്സ്പെരിമെന്റ് നടത്താനാണ് സ്പേസ് സ്റ്റേഷനിലേക്ക് ആൾക്കാർ പോകുന്നത്. അങ്ങനെ സ്പേസ് സ്റ്റേഷൻ വരെയേ പോയിട്ടുള്ളൂ. അതിന് മുകളിൽ മൂണിൽ പോയി എന്നൊക്കെ ഒരു കഥ നമ്മളറിയാം. കഥയാണോ ശരിയാണോ? ആരാ ആദ്യമായിട്ട് മുകളിൽ പോയത്? ആംസ്ട്രോങ് ആയിട്ടുള്ള ആൾ. അങ്ങനെ മുകളിൽ പോയ ഒരാളുടെ ആംസ്ട്രോങ് ആവില്ല, കാരണം അതൊക്കെ ഒടിഞ്ഞു പോകും. അവിടുത്തെ ഗ്രാവിറ്റിയിൽ കുറച്ച് ദിവസം ഒരു പ്രാവശ്യം പോയി തിരിച്ചു വന്നാൽ ഉടനെ ഹോസ്പിറ്റലിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്താൽ. അപ്പോൾ സയന്റിഫിക് കമ്മ്യൂണിറ്റി പറയുന്നത് അങ്ങനെ ഇതുവരെ ആരും മുകളിൽ പോയിട്ടില്ല. ഗോട്ട് ഇറ്റ്? അതിനെയാണ് മൂൺ ഹോക്സ് എന്ന് പറയാം. മൂൺ ഹോക്സ് കൊണ്ട് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഇനി അടുത്ത ചോദ്യം, ലോജിക്കലി ചോദിക്കുന്നൊരു ചോദ്യം, ഏത് കൊല്ലത്തിലാണ് പോയത് മൂണില്? '69 പോയാൽ അത് കഴിഞ്ഞിപ്പോ ഏതാ വർഷം? അതിനിടയിൽ എന്തേ വേറെ ആരും പോവാത്തത്? എന്തേ അമേരിക്കക്കാര് വേറെ ആരും അയക്കാത്തത്? ആ ചോദ്യത്തിന് ഉത്തരാണ് അത് തട്ടിപ്പായിരുന്നു. അതുപോലെ നിങ്ങൾ കേൾക്കുന്ന ഒരു സയൻസ് കള്ളക്കഥയാണ് ഗ്ലോബൽ വാർമിംഗ്. ഓക്കെ, ആകെ ചൂടാന്നാ പറയണം ഗ്ലോബൽ. ആണോ? ഒരു 30 കൊല്ലം ദുബായിൽ പോയിട്ടുള്ള ആളും ഇപ്പൊ ദുബായിൽ പോയിട്ടുള്ള ആളോടും ചോദിച്ചാൽ അവർ പറയും പണ്ട് കംപ്ലീറ്റ് മരുഭൂമിയായിരുന്നിടത്ത് ഇപ്പൊ ചെടികൾ വളരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഗ്ലോബൽ വാർമിംഗ് ആണോ കൂളിംഗ് ആണോ? കേരളത്തിൽ മഴ കൂടുതലാണോ കുറവാണോ? മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ നിങ്ങൾക്ക് വാമായിട്ട് തോന്നും. കാരണം എന്താ? ബിക്കോസ് വി ബിക്കം സൊഫിസ്റ്റിക്കേറ്റഡ്. മനസ്സിലായോ? ഇനി ഇതിന്റെയൊക്കെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ക്ലൈമറ്റ് പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ അടുത്ത 50 കൊല്ലം കഴിഞ്ഞ് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കഴിഞ്ഞ 50 കൊല്ലം അല്ലെങ്കിൽ 100 കൊല്ലത്തെ
ടെമ്പറേച്ചർ മെഷർ ചെയ്തിട്ട് മോഡൽ ഉണ്ടാക്കി ഗ്രാഫ് വരച്ചിട്ട് ആ ഗ്രാഫ് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ എത്രയാവുമെന്ന് പറയാൻ പറ്റും. Got it? അങ്ങനെയാണ് പ്രിഡിക്ഷൻസ്. അപ്പൊ ഇന്ത്യയില് ചാലക്കുടിയില് എത്ര ടെമ്പറേച്ചറാന്ന് എങ്ങനെ പറയണേ? ആരാ മെഷർ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ ഇവിടെ ആരെങ്കിലും? ഇല്ലല്ലോ. തൊട്ടടുത്ത എയർപോർട്ടിലെ ബിൽഡിങ്ങിന്റെ ഷാഡോയിലാണ് ടെമ്പറേച്ചർ മെഷർ ചെയ്യാം. ഓക്കെ. ഇപ്പൊ കൊച്ചിൻ എയർപോർട്ടില് ഇപ്പൊ 23 ഡിഗ്രി എന്ന് പറഞ്ഞ അർത്ഥം നമ്മൾ ചാലക്കുടി റോഡിലേക്ക് കൂടി നടക്കുമ്പോൾ 25 ഡിഗ്രി എങ്കിലും ഫീൽ ചെയ്യും. ഷാഡോയിലാണ് 2 ഡിഗ്രി കുറവായിരിക്കും. അങ്ങനെ കുറേ കാലം മെഷർ ചെയ്തിട്ട് കുറേ സ്ഥലത്ത് മെഷർ ചെയ്തിട്ടാണ് ഇന്ത്യയിലെ ടെമ്പറേച്ചർ ആവറേജ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇന്ത്യയിലെ എയർപോർട്ടുകൾ ഒരു 70 കൊല്ലം മുമ്പ് എത്ര ഉണ്ടായിരുന്നു ചോദിച്ച ഉത്തരം എന്താ? ഒരു എയർപോർട്ട് ഉണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് മെഷർ ചെയ്ത ഹോൾ ഇന്ത്യന്റെ ടെമ്പറേച്ചർ പറയാൻ പറ്റും. മനസ്സിലാകണ്ട പറയുന്നത്. അപ്പൊ ഇതിനുപയോഗിക്കുന്ന ഡാറ്റയൊക്കെ തെറ്റാ. അതുകൊണ്ട് മാത്തമാറ്റിക്കലി ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. അണ്ടർസ്റ്റുഡ്? ഇപ്പൊ ചില സയൻസുകൾ പറയാൻ കാരണം സയൻസിൽ പലതും പ്രഡിക്റ്റീവാണ്, മെഷർ ചെയ്തിട്ടല്ല പറയണത്. ഇപ്പൊ സൂര്യന്റെ ചൂട് ഇത്രയാന്ന് പറയുമ്പോൾ ആരെങ്കിലും പോയിട്ട് അവിടെ മെഷർ ചെയ്തിട്ടുണ്ട്? ഇതിന്റെ പ്രിഡിക്റ്റീവ് മോഡൽസ് ആണ്, ഹൈപ്പോത്തിസിസ് ആണ്, മാത്തമാറ്റിക്കൽ ആണ്. ഫിസിക്സ് മെഷർ ചെയ്തിട്ടല്ല നമ്മൾ പലതും പ്രിഡിക്റ്റ് ചെയ്യുന്നത്. Come on, come on. ഓക്കെ. നല്ല ബയോളജി ഇഷ്ടമുള്ള ഒരു 6 പേര് വരും. നിങ്ങൾ ബോട്ടണിയിലെ ടെക്നിക്കൽ ടേംസ് ഒക്കെ പഠിച്ചിട്ടില്ലേ? ഓരോന്നിനും സയന്റിഫിക് പേരുകൾ ഇല്ല. അത് വരും 11th പഠിക്കുമ്പോൾ. ഏറ്റവും ബുദ്ധിമുട്ട് ഇത് മെമ്മറൈസ് ചെയ്യാണ്. ഓക്കെ. അതിനുള്ള ട്രിക്ക് പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഫിസിക്സ് ഇഷ്ടമുള്ള യു ക്യാൻ സെലക്ട് വിച്ച് എവർ സബ്ജക്ട് യു വാണ്ട്. ഒരു 6 പേര്. കമോൺ. നിങ്ങൾക്ക് എന്ത് വിഷയം ഇഷ്ടമുണ്ടെങ്കിലും അതിലൊരു 6 പേരുണ്ടെങ്കിൽ ഐ വിൽ ഷോ യു ഹൗ ടു മേക്ക് ഇറ്റ് എ മാജിക് ലേണിംഗ് പ്രോസസ്. യാ, സിറ്റ് ഹിയർ ഓർ സിറ്റ് ഹിയർ റൗണ്ട്. എവിടെ ഇഷ്ടം? ഇവിടെയാണോ? യാ, സിറ്റ്. സ്പ്രെഡ് അക്രോസ്. ഇങ്ങനെ ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. കം കം, സിറ്റ് റൗണ്ട് ലൈക്ക് ദിസ്. Anu, make it around so all they can see you. ഒരു കോർണറിലാണ്. I want it in a circle. Come here, madam. Sit there. Fill it up. നിങ്ങൾക്ക് ഏത് വിഷയം എടുക്കണത്? ഏത് വിഷയം ഉണ്ടോ? ബയോളജി. ബയോളജിയിലുള്ള ടെക്നിക്കൽ ടേംസ് പറയണം. ഓക്കെ. You will tell one word. She will repeat it. Add one more word. അപ്പൊ ഇവിടെ എത്തുമ്പോഴത്തേക്കും 6 വാക്കുകൾ വന്നു. പേടിക്കണ്ട, പിന്നെ തുടരും. അങ്ങനെ 12 വരും, 24 വരും, 36 വരും. ഒരു 36 വാക്ക് നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കണം. I'll show you the trick of learning it. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ആരോട് വേണമെങ്കിലും ഈ 36ഉം അതേ ഓർഡറിൽ പറയാൻ ഞാൻ പറയും. ചെക്ക് യുവർ ബ്രെയിൻ. ഏതെങ്കിലും ഒരു ടെർമിനോളജി ബയോളജിയിലെ നിങ്ങൾ പഠിക്കുന്ന ഏതെങ്കിലും ടെക്നിക്കൽ ടേം. No, not at all connected. All disconnected. Biology എന്ന് പറഞ്ഞാൽ knows is a biology term. Understood?
സെറിബ്ര, എന്ത് വേണമെങ്കിലും പറയാം. ബ്ലഡ് സെല്ലിലെ DNA പാറ്റേണുകൾ, DNA എന്നൊരു വാക്ക്, ഒറ്റ വാക്യമാണ്, നോട്ട് ടു വേർഡ്സ്. Hypothalamus. You must know what is it. We'll come back to it with a question with all. നിങ്ങൾക്ക് അറിയുന്ന വാക്കാണ്. Plasmolysis. No. Repeat it. Add one. Hypothalamus plasmolysis. Next. Hypothalamus. Use the mic properly. Hypothalamus plasmolysis. Look at them, not for me. Golgi apparatus. Hypothalamus plasmolysis, Golgi apparatus, Cleistogamous. Yeah. If you don't get, again ask her to repeat it louder. Cleistogamous. Cleistogamous. Repeat the whole thing. Four. എല്ലാം നാലും. Hypothalamus plasmolysis, Golgi apparatus, and Cleistogamous. Cleistogamous. Hypothalamus plasmolysis, Golgi apparatus, Cleistogamous, leucoplast. No discussions. Just listen. Shraddha വേണം. You want again to repeat? Ask her. She will repeat. Hypothalamus plasmolysis, Golgi apparatus, Cleistogamous, leucoplast. Hypothalamus plasmolysis, Tell. Golgi apparatus, Cleistogamous, leucoplast, nucleus. മനസ്സിലായോ? I am not making it to repeat. ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പഠിക്കാനുള്ള ടെക്നോളജിക്കൽ ടേംസ് എത്ര പ്രാവശ്യം നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ അത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ ഇറ്റ് ഗെറ്റ്സ് ഇറ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനാണ് ഞാൻ പറഞ്ഞത് ഗ്രൂപ്പ് സ്റ്റഡി വിൽ മേക്ക് യു ബെറ്റർ സ്റ്റുഡൻസ്. എന്നിട്ട് ഓരോ ഡെഫിനിഷൻസും ഓരോരാളുടെ എന്താണെന്ന് പറയാൻ പറ്റും. Got it? അത് ഫിസിക്സ്, മാത്സ്, ഇന്നലെ ഞാൻ പറഞ്ഞു ഡെന്റിസ്റ്റ് പഠിക്കുന്ന ഒരാൾ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഈ ഒരു എബിലിറ്റി ജനറൽ നോളജ് പഠിക്കുമ്പോൾ ഓരോ രാജ്യവും അതിന്റെ ക്യാപിറ്റൽ. That's how you learn. ആർക്കെങ്കിലും കൺട്രീസ് ആൻഡ് ക്യാപിറ്റൽസ് 10 അറിയുന്നവരുണ്ടോ? 5 ഇരിക്കുന്നവർക്കൊക്കെ അറിയാം. 5 countries and capitals. Okay? You will learn now 10 countries and capitals just now. Okay? You tell one country and capital. India, New Delhi. Listen. മോനെ നിന്നെ ഞാൻ ഇവിടെ തട്ടി തെറിപ്പിക്കും ഞാൻ. Be here. I am going to ask you to repeat. താല്പര്യമില്ലെങ്കിൽ പുറത്തു പോവാം. Yeah. India, New Delhi. United States of No. America. India, New Delhi. India, New Delhi, United States of America, USA is enough. USA, Washington DC. Good. India, New Delhi, USA, Washington DC, Nepal, Kathmandu. India, New Delhi, USA, Washington DC, Nepal, Kathmandu, Belgium, Brussels. India, New Delhi, USA, Washington DC, Nepal, Kathmandu, Belgium, Brussels, South Korea, Seoul. Seoul. India, New Delhi, USA, Washington DC, Nepal, Kathmandu, Belgium, Brussels, South Korea, Seoul. Add one. You can sit here. One now. Add one more. Next neighboring ഏതൊക്കെ രാജ്യമാണ്? പാകിസ്ഥാൻ, ഇസ്ലാമാബാദ്. Pakistan, Islamabad. Yeah, give it to her. Now again repeat the same. India, New Delhi, USA, Washington DC, Nepal, Kathmandu, Belgium, Brussels, South Korea, Seoul, Pakistan, Islamabad. Add one more. I don't know. Neighboring sub country. Bangladesh. Bangladesh, Dhaka.
Bangladesh, Dhaka. Yeah, next. India, New Delhi, USA, Washington, DC, Nepal, Kathmandu. No. ഇയാൾ പറഞ്ഞത് ആണോ? Nepal, Kathmandu, Belgium, Brussels, South Korea, Seoul, Pakistan, Islamabad, Bangladesh, Dhaka, ഏതെങ്കിലും രാജ്യം കുറേ രാജ്യമുണ്ട്, അതിൽ സിറ്റി എന്ന് ചേർത്താ Turkey, ഏതാ? ഇസ്താൻബുൾ. Istanbul. ടർക്കിയുടെ പ്രത്യേകത ഇറ്റ്സ് എ ഗൾഫ് ഹാഫ് പാർട്ട് ഈസ് യൂറോപ്പ്. India, New Delhi, USA, Washington, DC, Nepal, Kathmandu, Belgium, Brussels, South Korea, Seoul, Pakistan, Islamabad, Bangladesh, Dhaka, ടർക്കി. Turkey, Istanbul, China, Beijing. India, New Delhi, USA, Washington, DC, Nepal, Kathmandu, Belgium, Brussels, South Korea, Seoul, and Pakistan, Islamabad, Bangladesh, Dhaka, Turkey, Istanbul, China, Beijing, ഇന്ത്യയുടെ അടുത്തുള്ള കുറേ രാജ്യങ്ങൾ. ശ്രീലങ്ക. ശ്രീലങ്ക. കൊളംബോ റോങ്. Paris, France. Sri Lanka, see, you should learn. Old property is not to win the race. No? Sri Lanka, Sri Jaya Vardhana Pura Kotai. Sri Jaya Vardhana. അവിടുത്തെ ഒരു പണ്ടത്തെ ഒരു റൂളറായിരുന്നു. പുര എന്ന് പറഞ്ഞ വീട്. ശ്രീ ജയവർദ്ധനപുര കോട്ട. Colombo is right because it is the financial capital, administrative capital. Legislative capital മാറി പുതിയതായിട്ട് ഉണ്ടാക്കി. Yeah, good. India, New Delhi, USA, Washington DC, Nepal, Kathmandu, Belgium, Brussels, South Korea, Seoul, Pakistan, Islamabad, Bangladesh, Dhaka, Turkey, Istanbul, China, Beijing, Sri Lanka, Sri Jayawardhanapura, Japan, Tokyo. ഇപ്പൊ മനസ്സിലായോ പഠിക്കാനുള്ള മെത്തേഡ്? നിങ്ങൾക്ക് ഇപ്പോ വന്നപ്പോ പറഞ്ഞത് എനിക്ക് 1, 2, 3 ഒക്കെ അറിയുള്ളൂ. ഓക്കെ, എത്ര എളുപ്പം പഠിക്കാം? ഒമാൻ, മസ്കറ്റ്, ദോഹ, ഏതിന്റെ ക്യാപിറ്റലാ? ഖത്തർ. യുഎഇയുടെ ക്യാപിറ്റൽ ഏതാ? Riyadh. അബുദാബി. മസ്കറ്റ് സിറ്റി. സിംഗപ്പൂർ സിറ്റി. എത്ര എളുപ്പം നോക്കൂ. ഒരു ദിവസം എന്റെ അടുത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരുന്ന സിവിൽ സർവീസ് ഒക്കെ എഴുതുന്ന ഒരാൾ സ്റ്റേ ഔട്ട് സൈഡ് 50 കൺട്രി ക്യാപിറ്റലും 20 മിനിറ്റ് കൊണ്ട് പഠിച്ച ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ പുറത്ത്. യുവർ ബ്രെയിൻ ഈസ് ബ്രില്യന്റ്. ബ്രില്യന്റ് ദാൻ യു. നമ്മൾ വിചാരിക്കുന്ന ഈ ബുദ്ധിയൊന്നും ഇല്ലാതാണ്, പക്ഷെ അത് ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. ഉപയോഗിച്ചാൽ യു വിൽ മേക്ക് ഇറ്റ് ബെറ്റർ. റബ്ബർ ബാൻഡ് പോലെയാണ് ബ്രെയിൻ. ഉപയോഗിക്കാതെ കിടന്നാൽ സ്ട്രെച്ച് ചെയ്യുമ്പോൾ പൊട്ടിപ്പോകും. അതാണ് ഈ പഠിക്കാത്ത കുട്ടികൾക്കൊക്കെ ഉള്ള ബുദ്ധിമുട്ട്. ഉപയോഗിക്കാതെ റബ്ബർ ബാൻഡ് വെച്ചാൽ സ്ട്രെച്ച് ചെയ്യുമ്പോൾ പൊട്ടിപ്പോകുന്ന പോലെ. They will not be able to accept it. The more you stretch it, elasticity increases. So keep learning. Use your brain. It's given to you to use. A maximum use here. Got it? Every day keep learning. Ask questions. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ
നിങ്ങളുടെ ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ ഒരു സുഖം, അത് മനുഷ്യന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. യു ആർ നോട്ട് യൂസിങ് യുവർ ബ്രെയിൻ. ഇമാജിനേഷൻ, ഓരോ സംഭവവും പറയുമ്പോൾ ഇമാജിൻ. ഇപ്പൊ ഈ പറയുന്ന സമയത്തൊന്നും നിങ്ങൾ രാജ്യം കണ്ടില്ല, മാപ്പ് എടുത്തിട്ട് അത് നോക്കും കൂടി ചെയ്തു കഴിഞ്ഞാലോ യു ആർ ജമ്പിങ് ഫ്രം വൺ കൺട്രി ടു അനദർ കൺട്രി ടു അനദർ കൺട്രി. യു വിൽ എൻജോയ് ഇറ്റ്. ഓക്കെ, ഗുഡ്. എനിത്തിങ് മോർ? One more question. Can you say one of your poem? Not can. ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു തെറ്റായ വാക്കാണ് can. Can you say something? എനിക്ക് കഴിവുണ്ടോ? That is your questioning my. Will you എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ആണ്. Will you say one of your poem? One of your poem. Millions of sperm from the father get into the mother's egg, and that's how I am produced. Right? So how many sperm did not take birth? Millions. Who are they? My unborn brothers and sisters. So what was my life? Fighting with my brothers or sisters to take a life. Are you getting what I am saying? അപ്പോൾ നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്, അല്ലെങ്കിൽ വലിയ ഫൈറ്റേഴ്സ് ആണ്. We fought for our life. അപ്പൊ ഈ ജന്മം കിട്ടുമ്പോൾ don't think that I am living. I am living representing millions of my. നമ്മൾ ഒന്നോ രണ്ടോ നമ്മുടെ അടുത്ത ബന്ധുക്കളൊക്കെ ചാകുമ്പോൾ കരയും. You have to be more thankful to those unborn brothers and sisters and live a life showing that I am living much better. Got it? ഇങ്ങനെയുള്ള കവിത. അതേപോലെ വേറൊരു കവിത എന്ന് പറയുന്നത് നമ്മളെ ട്രാവലോഗ്സ് ആണ്. മൈ ബുക്ക് ഈസ് അവൈലബിൾ ഓൺ ഇന്റർനെറ്റ് ഓൺ മൈ വെബ്സൈറ്റ്. വൺ ഈസ് ലൈഫ് ഓഫ് ലവ്, അനദർ വൺ ഈസ് റിതം ഓഫ് ലൈഫ്, അനദർ വൺ ഈസ് ലൈഫ് മെയ്ഡ് സിമ്പിൾ. ഇതൊക്കെ അവൈലബിൾ ആണ്. മിക്കവാറും ബുക്സ് അവൈലബിൾ. ദർ ആർ നിയർലി 40 ബുക്സ്. അതിൽ പോയട്രി ഉള്ള 3-4 ബുക്കൊക്കെ ഇറ്റ്സ് അവൈലബിൾ ഓൺ ഇന്റർനെറ്റ്. ട്രാവലോഗുകളാണ് പലതും. ഇപ്പോൾ ഞാൻ യൂറോപ്പിൽ പോകുമ്പോൾ യൂറോപ്പിലുള്ള പണ്ട് കവിതകൾ പഠിച്ചപ്പോൾ വേർഡ്സ്വർത്ത് ജീവിച്ച വീട് എവിടെയാണ്, അവിടെ പോയി ഇരിക്കണം എന്നൊക്കെ തോന്നി ഇങ്ങനെ ഇരിക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ബെർണാഡ് ഷാ ഇന്ന സ്ഥലത്താണ് ജീവിച്ചത്. അപ്പൊ ഇത് പഠിക്കണം. പഠിക്കുമ്പോഴേ അവിടെ പോകുമ്പോൾ നമുക്കൊരു സുഖം കിട്ടും. You must learn, not learning the poetry, but learn the life of those poets. നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള പല സംഭവങ്ങളുണ്ട്. ഞാൻ സാധാരണ പറയാറുള്ളത് നിങ്ങളുടെ കുഴപ്പമില്ലാന്ന് ഞാൻ പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞില്ല. അതിന് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള സിലബസ് ഉണ്ടല്ലോ. ഇന്നലെ I told somebody, it's not your problem. LKG ആദ്യം പഠിപ്പിക്കുന്നത് കീപ് ക്വയറ്റ് എന്നാണ്. കറക്റ്റ്? LKG ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന വാക്കെന്താ? കീപ് ക്വയറ്റ്. അപ്പൊ നിങ്ങളെ അങ്ങനെ കീപ് ക്വയറ്റ് ആക്കി ഇരുത്തിയത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്. ഐ ആം നോട്ട് ബ്ലെയിമിംഗ് ദ ടീച്ചേഴ്സ് ഓഫ് ടുഡേ. സ്റ്റാർട്ടിംഗ് KG മുതൽ അങ്ങനെയാണ്. എന്നിട്ട് അവർ പഠിപ്പിക്കുന്നതോ പരമ മണ്ടത്തരമാണ്. യു അണ്ടർസ്റ്റുഡ്? നിങ്ങൾക്ക് മനസ്സിലാവില്ല, കാരണം നിങ്ങൾ അനലൈസ് ചെയ്തിട്ടില്ല. ഞാൻ ഏർലി ചൈൽഡ് കെയർ എഡ്യൂക്കേഷന്റെ ഇന്ത്യയിലെ റിസർച്ചിന്റെ ഒരു അസോസിയേഷന്റെ റിസർച്ച് ഡയറക്ടറാണ്. സോ ഐ സ്റ്റാർട്ടഡ് ലുക്കിംഗ് അറ്റ് പോയംസ്.